നിങ്ങൾക്കറിയാമോ നിക്കോദീമോസിനോട് യേശു എന്തിനാ പറഞ്ഞ വീണ്ടും ജനിക്കുന്നു? നിക്കോദീമോസ് വീണ്ടും ജനിച്ചില്ലെങ്കിൽ യേശുവിന് എന്താ പ്രശ്നം? പക്ഷെ യേശു മരിക്കുന്നതിന് മുമ്പ്, കാൽവരി യാഗമാകുന്നതിന് 3.5 കൊല്ലം മുമ്പ് നിക്കോദീമോസിനോട് പറഞ്ഞു, നീ ഉയരത്തിൽ നിന്ന് ജനിച്ചേ പറ്റുള്ളൂ. എന്നറിയോ? ഇങ്ങേരാണ് 46 കിലോ പെർഫ്യൂം കൊണ്ട് വരാനുള്ള ആള്. കമൺ, എൻ്റെ കൂടെ നിൽക്കും നിങ്ങൾ. ഈ പുള്ളി 46 കിലോ പെർഫ്യൂം കൊണ്ട് വരും എൻ്റെ കല്ലറെ പൂശാൻ. രക്ഷിക്കപ്പെടാത്തവൻ്റെ പെർഫ്യൂം വേണ്ടെന്ന് അന്നേ തീരുമാനിച്ചു ദൈവം. വീണ്ടും ജനിക്കാത്തവന്റെ പെർഫ്യൂം കൊണ്ട് വന്ന് എൻ്റെ ദേഹത്ത് പൂശാൻ ഞാൻ സമ്മതിക്കുമോ? അതുകൊണ്ട് പെർഫ്യൂം കൊണ്ട് വരുന്നവനെ വീണ്ടും ജനിപ്പിച്ച് നിർത്തണമെന്ന് 3.5 കൊല്ലം മുമ്പ് തമ്പുരാൻ തീരുമാനിച്ചിട്ട് നിക്കോദീമോസിനോട് അന്നേ പറഞ്ഞു, വീണ്ടും ജനിക്കണം. എന്താ ദൂതിൻ്റെ അർത്ഥം? അഭിഷിക്തനെ, ഈ രാത്രി ദൈവാത്മാവ് നിങ്ങളെ മുമ്പിൽ കൊണ്ടുവന്നിരുത്തി ഒരു ദൂത് നിങ്ങളോട് പറയുന്നെങ്കിൽ നാളെ എന്തോ നിങ്ങളെക്കുറിച്ച് ചെയ്യിക്കാൻ ദൈവത്തിന് പ്ലാനുണ്ട്. ഉറപ്പാ ഉറപ്പാ ഉറപ്പാ. സീദോന്യ രാജാവ് യദ്ബാലിന്റെ മകൾ 850 കള്ളപ്രവാചകന്മാർക്ക് കഞ്ഞിവെച്ച ഇസബേലും അവിടെ വൃത്തികെട്ട കെട്ടിയവൻ ആഹാബിന്റെ കൂട്ടുകെട്ടിന് വിരോധമായി ഇരട്ടച്ചങ്ങനായ ഏലിയാവ്, തിപ്ശേക്കാരനായ ഏലിയാവ് ഇറങ്ങുക. അവൻ അഡ്രസ്സില്ല, ഇമെയിലില്ല, ഒന്നുമില്ല. ഇറങ്ങുക പ്രവാചകൻ. സ്തോത്രം. നിങ്ങൾക്കൊരു ദൂത് കേൾക്കണോ? ആമേൻ. 3.5 കൊല്ലം കെരുത്തിന്റെ തോട്ടിൽ ഏലിയാവിനെ ദൈവം ഇരുത്തി. ഞാൻ വിഷയമൊക്കെ പ്രസംഗിക്കാം, വാക്യമൊക്കെ വായിക്കാം, അവിടോട്ട് വരാം. സ്തോത്രം. ഒരു എനിക്കൊരു ഗൈഡൻസ് ഉണ്ട്, ഒരു റെവലേഷൻ ഉണ്ട്. അവിടേക്ക് ഞാൻ വന്നുകൊണ്ടിരിക്കുക. ഇന്ന് നടക്കാൻ പോകുന്ന, ദൈവം ചെയ്യാൻ പോകുന്ന ചിലത് ഒന്ന് അരക്കെട്ട് ഉറപ്പിച്ചിട്ട് ഞാൻ എൻ്റെ വചനത്തിലേക്ക് വരാം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കണം. 3.5 കൊല്ലം വന്ന കാക്ക ഒരു ദിവസം വന്നില്ല. എഴുതിയിട്ടോ? കാക്ക വരുന്നതും നിന്നോട് പറഞ്ഞിട്ടല്ല, കാക്ക വരാതിരിക്കുന്നതും നിന്നോട് പറഞ്ഞിട്ടല്ല. ദൈവം പറയുമ്പോ കാക്ക വരും, ദൈവം പറയുമ്പോ കാക്ക നിൽക്കും. നിങ്ങൾ പറഞ്ഞിട്ട് വരുന്ന കാക്കയും നിങ്ങൾ പറയുമ്പോൾ നിൽക്കുന്ന കാക്കയും ദൈവത്തിന്റെ കാക്കയല്ല. സ്തോത്രം. ഏലിയാവിനോട് ചോദിക്കുക, ഏലിയാവേ കാക്കയുടെ നമ്പറുണ്ടോ കയ്യിൽ? ഇല്ല. കാക്കയുമായിട്ട് സെൽഫി എടുത്തിട്ടുണ്ടോ? ഇല്ല. നമ്മുടെയൊക്കെ മൊബൈലിൽ നിറച്ച് കാക്കയുടെ സെൽഫിയാ. കാക്കയുടെ തോളയിലിരുന്ന് സെൽഫി, കാക്ക മടി കിടക്കുന്ന സെൽഫി. ഏലിയാവിന്റെ കയ്യിൽ കാക്കയുടെ സെൽഫി ഇല്ല. പക്ഷെ ഏലിയാവ് കൂളാ. ഏലിയാവിനെ നമ്മൾ നോക്കിയാൽ ഒന്ന് വിഷ്വലൈസ് ചെയ്തേ. ഏലിയാവ് ഭയങ്കര കൂളാ. നമുക്ക് ചോദിക്കാം, ഏലിയാവേ ഞങ്ങൾ ഇടയ്ക്കാടുകാരാ, ഞങ്ങൾക്ക് ഒത്തിരി തിയോളജി ഒന്നും അറിയത്തില്ല. 3.5 കൊല്ലം വന്നോണ്ടിരുന്ന കാക്ക നിന്നിട്ടും നിനക്ക് സാപ്പാട് കിട്ടാതായിട്ടും എന്താ നീ കൂളായിട്ടിരിക്കുന്നത്? ഏലിയാവിന്റെ മറുപടി, എനിക്ക് കാക്കയുടെ നമ്പറില്ല, പക്ഷെ കാക്ക അയച്ചവന്റെ നമ്പറുണ്ട്. എന്റെ കയ്യിൽ കാക്ക അയച്ചവന്റെ നമ്പറുണ്ടെന്ന്. സ്തോത്രം. ഓർത്തോ, ഒരു ദൂതൂടെ പറഞ്ഞിട്ട് ഞാൻ പോകാം. ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന നന്മ നിൽക്കുമ്പം അതിൻ്റെ അർത്ഥം ദൈവം നന്മ പൂട്ടിയെന്നല്ല. വല്ലവന്റെ അടുക്കളയ്ക്കകത്ത് അവർ കുഴയ്ക്കുന്ന മാവിന്റെ റൊട്ടിയുടെ തീറ്റി നിർത്തിയിട്ട് നിന്റെ പ്രാർത്ഥന കൊണ്ട് ഉണ്ടാകുന്ന മാവിന്റെ റൊട്ടി തിന്നാൻ തുടങ്ങുക. നീ ആർക്കും മനസ്സിലായി? ദൂതിന്റെ അർത്ഥം മനസ്സിലായവരാരാധിക്ക്. ദൈവാത്മാ പറയുന്നു, ഈ കൺവെൻഷൻ ചിലതൊക്കെ മാറ്റം വരുത്തുന്ന കൺവെൻഷനാവോ, ചില കുടുംബങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന കൺവെൻഷനാവോ. ദൈവത്തിന്റെ ആത്മാ പറയുന്നു, ചില ശുശ്രൂഷകന്മാരോട് ദൂരെ നിന്നൊക്കെ ഈ മീറ്റിങ്ങിന് വേണ്ടി വന്ന ശുശ്രൂഷകന്മാരുണ്ട്. വെറും കൈയോടെ നിങ്ങൾ പോകത്തില്ല. നിങ്ങളോട് ദൈവത്തിന്റെ ആലോചന പറയാനുണ്ട്. നിന്റെ ജീവിതത്തിന്റെ റലം, സ്പിരിച്വൽ റലം എന്ന് മാറാൻ പോകുക. യെസ്. എന്നും ഒന്ന് തന്നെ ചെയ്തുകൊണ്ടിരിക്കരുത്. 100 പേരോട് 4 ചുവരിനകത്ത് പ്രസംഗിച്ച് അവരുടെ സ്വോത്രകാഴ്ചയും ദശാംശം മേടിച്ച് തിന്ന് കഴിച്ച് കുടിച്ച് അങ്ങനെ തന്നെ എന്നും ജീവിക്കരുത്. ഒരു ചേഞ്ച് വേണം. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കർത്താവിനെ സ്തുതിച്ചാട്ടെ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കർത്താവിനെ ഏൽപ്പിച്ച തിരുവചന ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമായി ഒരു താക്കോൽ വാക്യം അത് വായിച്ചു തുടങ്ങുക. വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം, ഒരു തുടക്കവാക്യം. യെസ്, യെസ്. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്ത് വരും, പുറത്തു പോകും, മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരെ കരങ്ങൾ ഉയർത്തിയ വചനത്തിനായിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ. നന്ദിയോടെ തമ്പുരാനൊന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ വാക്യത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ?
ഈ വാക്യം നിങ്ങൾ മുമ്പ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ ബൈബിളിൽ? യേശു പറഞ്ഞു, ഐ ആം ദ ഡോർ, ഞാൻ വാതിലാണ്. സ്തോത്രം. എന്താ ഇത്? യേശു ക്രിസ്തുവിന്റെ അവകാശവാദമല്ല, അവകാശ പ്രഖ്യാപനം, ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന് അവകാശവാദങ്ങളില്ല, എല്ലാം അവകാശ പ്രഖ്യാപനങ്ങളാണ്. സ്തോത്രം. എൻ്റെ കൂടെ കൃപയുള്ളവർ നിൽക്കുക. ഞാൻ യേശു ക്രിസ്തുവിന്റെ അവകാശ പ്രഖ്യാപനങ്ങൾ, ആ വാക്യങ്ങൾ ഒന്ന് പറഞ്ഞു പൊക്കോട്ടെ. യോഹന്നാൻ 10:14, ഞാൻ ഇടയനാകുന്നു, നല്ല ഇടയൻ. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. യോഹന്നാൻ 6:57, ഞാൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു. യോഹന്നാൻ 14:6, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. യോഹന്നാൻ 8:12, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, നിങ്ങൾ ഇരുളിൽ സഞ്ചരിക്കാതിരിപ്പാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു. യോഹന്നാൻ 11:25, യേശു പറഞ്ഞു, ഞാൻ ജീവനും പുനരുത്ഥാനമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. യേശുവിന്റെ പ്രഖ്യാപനങ്ങൾ, ആമേൻ. യേശുവിന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ലോകത്തിൽ ഒരു പുസ്തകത്തിലും ഇല്ലാത്ത, ആമേൻ. ഉരുക്കുമല്ലുകൊണ്ട് ലോകം ചവച്ചരച്ച യുഗപ്രഭാവന്മാരും ഭൗതിക ആമേൻ താത്വിക ശാസ്ത്രജ്ഞന്മാരും അദനകോറസും പെദകോറസും ഹില്ലേലും ഗമാലിയേലും ഉൾപ്പെടെ സോക്രട്ടീസും പ്ലേറ്റോയും ഡയോജനസും ദോഷൈക ദാർശനിക ശാസ്ത്രജ്ഞന്മാർക്ക് അവകാശപ്പെടാൻ കഴിയാത്ത ഏറ്റവും വലിയ അവകാശം വിശുദ്ധ ബൈബിളിലൂടെ എൻ്റെ കർത്താവിനെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. അവന്റെ വാക്കുകൾ ഊവയെങ്കിൽ ഊവയെന്നും ഇല്ല എങ്കിൽ ഇല്ല എന്നും. അവൻ യേശു ക്രിസ്തു ദൈവമാകാൻ വേണ്ടി ഒരത്ഭുതവും ചെയ്തിട്ടില്ല, അവൻ ദൈവം ആയതുകൊണ്ടാണ് അത്ഭുതങ്ങൾ ചെയ്തത്. ഒന്ന് സന്തോഷത്തോടെ സ്തുതിച്ചോ ദൈവത്തെ. യേശു ക്രിസ്തു ജനത്തോട് പറഞ്ഞ വാക്കുകൾ 7 സമുദ്രത്തെക്കാൾ ആഴമുള്ളതാണ് ഓരോ വാക്ക്. ഞാൻ ഇന്ന് രാത്രിയിൽ നിന്ന് ഒരു ചെറിയ വാക്ക് മാത്രമാണ് എടുക്കുന്നത്. ഐ ആം ദ ഡോർ. യേശു പറഞ്ഞു, ഞാനാണ് വാതിൽ. ഹല്ലേലൂയ. യഹൂദനോടാ സംസാരിച്ചേ, ഇസ്രായേലിനോടാ സംസാരിച്ചേ. എന്താ കാര്യം? ആമേൻ. അന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പട്ടണവാതിൽ. പഴയ നിയമം എല്ലായിടത്തും പഠിക്കുക. പട്ടണവാതിൽ, 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 പട്ടണവാതിൽ എന്ന് 100 കണക്കിന് സ്ഥലങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ജനത്തിന് ആഹാരമില്ലെങ്കിൽ, ഇസ്രായേലിന് ആഹാരമില്ലെങ്കിൽ, ഒരു ശേക്കലിന് 2 ശേ ഗോതമ്പ് എവിടെ വെച്ച് കൊടുക്കും? പറഞ്ഞോ, പട്ടണവാതിൽക്കൽ. പട്ടിണി വന്നാൽ ആഹാരം വിളമ്പുന്ന സ്ഥലത്തിന്റെ പേരെന്തുവാ? പട്ടണവാതിൽ. ബോവസിന് രൂത്തിനെ വീണ്ടെടുക്കണം, എവിടെ വെച്ച് വീണ്ടെടുക്കും? ഉത്തരം, പട്ടണവാതിൽക്കൽ. വീണ്ടെടുപ്പ് നടക്കുന്ന പട്ടണവാതിൽക്കലാ. ഒരപ്പനും അമ്മയ്ക്കും ഷടനും മത്സരിയുമായ ഒരു മകനുണ്ടായിരുന്നിരിക്കട്ടെ, അവനെ മൂപ്പന്മാർ അടുക്കൽ കൊണ്ടുവന്ന്, എൻ്റെ ഈ മകൻ ഷടനും മത്സരിയുമാണ് എന്ന് പറഞ്ഞപ്പോൾ മൂപ്പന്മാർ അവനെ പട്ടണവാതിൽക്കൽ കൊണ്ടുപോയി ശിക്ഷിക്കും. അപ്പൊ കുറ്റം ചെയ്തവൻ ശിക്ഷിക്കപ്പെടുന്ന സ്ഥലമാണ് പട്ടണവാതിൽ. പ്രവാചകന് ദൈവശബ്ദം കിട്ടിയാൽ, യിരെമ്യാവാകട്ടെ യെശയ്യാവാകട്ടെ ആരായിക്കോട്ടെ, പ്രവാചകന് ദൈവശബ്ദം കിട്ടിയാൽ അത് വിളിച്ചു പറയേണ്ട സ്ഥലം എവിടാ? പട്ടണവാതിൽക്കൽ. ആമേൻ. ഇതെന്റെ യേശുവിനറിയാം, യഹൂദന്മാർക്ക് ഇത് വളരെ പ്രധാനമാണെന്നും അറിയാം. ഇത്രയും അറിയാവുന്ന ജനത്തോടാണ് യേശു പറഞ്ഞത്, ഇനി നീ കുറ്റം ചെയ്തോന്നറിയാൻ പട്ടണവാതിൽക്കൽ പോകണ്ട, ഞാനാണ് വാതിൽ. കമോൺ കമോൺ, എന്റെ കൂടെ വാ. ഇന്ന് രാത്രി കർത്താവ് ഞാനാണ് വാതിൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇനി നീ ആമേൻ ആനെ തല്ലുകൊള്ളാൻ വേണ്ടി കാരണം മൂപ്പന്മാരുടെ വാതിൽക്ക പോകണ്ട, ഞാനാണ് വാതിൽ. ഇന്ന് നിനക്ക് പട്ടിണി ഉണ്ടെങ്കിൽ, നിനക്ക് ആഹാരമില്ലെങ്കിൽ, ശേക്കലിന് ഗോതമ്പ് വേണമെങ്കിൽ നീ അവിടെ പോകണ്ട. സ്വർഗത്തിന്റെ കലവറ ഞാൻ നിനക്ക് വേണ്ടി തുറക്കും. യേശു പറഞ്ഞു, ഞാനാണ് വാതിൽ, ഞാനാണ് നിന്റെ പ്രശ്നം പരിഹരിക്കുന്നത്. ഇനി പട്ടണവാതിൽക്കൽ ഇരിക്കുന്ന മൂപ്പന്മാരല്ല, ഞാനാണ് വാതിൽ.
പഴയ നിയമത്തിന്റെ 39 പുസ്തകങ്ങളിലെ സകല പാരമ്പര്യത്തിന്റെ കച്ചവട പദ്ധതികളെ തകർത്തുകൊണ്ട് എൻ്റെ തമ്പുരാൻ ഒരൊറ്റ സെന്റൻസിനകത്ത് ഇസ്രായേൽ യഹൂദ സകല അറിവിന്റെ ജ്ഞാനത്തിന്റെയും ഉന്നതന്മാരായ സകല ശാസ്ത്രിമാരെയും സകല ഉപദേഷ്ടാക്കന്മാരെയും ഒരൊറ്റ സെന്റൻസിനകത്ത് ദൈവം വരച്ചവരെ നിർത്തി, നിന്റെ സകല പ്രശ്നങ്ങളും ഇനി കണ്ട പട്ടണ വാതിക്കൽ വെച്ച് കൃപയില്ലാത്തവൻ, വചനമറിയാത്തവൻ, ആത്മാവില്ലാത്തവൻ അവിടെ വെച്ച് തീരുമാനിക്കുന്ന പോലല്ല, ഞാനാണ് വാതിൽ. നിനക്ക് വീണ്ടെടുപ്പ് വേണോ? എന്റെ അടുക്കൽ വാ, ഞാനാണ് വാതിൽ, ഞാനാണ് വാതിൽ. ഇന്ന് രാത്രി കാലം ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അരുമനാഥം വിളിച്ചു പറയാ, വാതിലായവൻ ഇന്ന് രാത്രി നിന്നെ ക്ഷണിക്കുകയാ. അനുഗ്രഹിക്കപ്പെട്ടവന് നീ എന്തിനു പുറത്തു നിൽക്കുന്നു? ഇതാ വാതിൽ തുറന്നു കിടക്കുക. വാ, യേശുവാണ് വാതിൽ. 10-ാമത്തെ 7-ാമത്തെ വാക്യം വായിച്ചേ. യേശു പിന്നെയും അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. ആളുകളുടെ വാതിൽ മാത്രമല്ല, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചേ, യേശുക്രിസ്തു ഇടയനാണ്. യേശുക്രിസ്തു ഇടയനാണ്. 21-ാം സങ്കീർത്തനമൊക്കെ നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. ഒറ്റ ചോദ്യം ചോദിച്ചാൽ പടാൻ നിങ്ങൾ ഉത്തരം പറയും. 23-ാം സങ്കീർത്തനം ആരുടെയാ? ദാവീദിന്റെ. അതുകൊണ്ടാണ് നിങ്ങളുടെ മുട്ട് മാറാത്തത്. എന്നാണ് നിങ്ങളുടെ ആവുന്ന അന്ന് നിങ്ങളുടെ മുട്ട് മാറാം. ഇങ്ങനായിരുന്നു. ഞാൻ കടമ്പനാട് കുറച്ചുകൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വിചാരിച്ചാണ്. എന്ന് 23-ാം സങ്കീർത്തനം നമ്മുടെ ആവുന്നു അന്ന് നമ്മുടെ മുട്ട് മാറും, അല്ലെങ്കിൽ ദാവീദിന്റെ മുട്ട് മാറും. ദാവീദിന്റെ റബ്ബറും തോട്ടത്തിൽ ഷീറ്റെടുക്കാൻ നിൽക്കുമായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാത്രി ആമേൻ തമ്പുരാൻ വിളിച്ചു പറയാ, ഇടയൻ. ആമേൻ, ഇടയൻ. കാടും വീടെന്ന ചിന്ത, ഓടുന്ന വീതിയിൽ മാടിനെ തേടുന്ന മനസ്സ്, കാലൊടിഞ്ഞതിനെ കൈയൊടിഞ്ഞതിനെ തഴുകി തലോടി തോളിലേറ്റി കൂട്ടിലെത്തിക്കുന്ന ശ്രേഷ്ഠനായ ഇടയൻ. ഹല്ലേലൂയ. എന്റെ പ്രാണനാഥനായ കർത്താവ് പറയാ, ആടുകളുടെ വാതിൽ ഞാനാ. എന്റെ കൂടെ നിൽക്കാവോ? ഇന്ന് രാത്രി എന്റെ കൂടെ നിങ്ങൾ നിൽക്കാവോ? യേശുക്രിസ്തു പറഞ്ഞു 100 ആടുണ്ടായിരുന്നു, ഒന്ന് കാണാതെ പോയി. നിങ്ങൾക്ക് ആട്ടിൻ കൂട്ടത്തെ നിർത്തിക്കൊണ്ട് തന്നാവോ? ഞാൻ നിങ്ങളെ ബെറ്റ് വെക്കുന്നു. ഒരു കൂട്ടം ആടിനെ, 100 ആടിനെ നിങ്ങളുടെ മുമ്പിൽ നിർത്തും. നിങ്ങൾക്ക് അങ്ങനെ ആടിനെ നിർത്തിക്കൊണ്ട് തന്നാവോ? വരുമോ? നിങ്ങൾ ഇപ്പുറത്തുനിന്ന് എണ്ണി വരുമ്പം അപ്പുറത്ത് നിൽക്കുന്ന ഇപ്പുറത്ത് കയറും. ശരിയാണോ? അപ്പൊ പിന്നെ എങ്ങനെ ഒരെണ്ണം കാണാതെ പോയത് അറിഞ്ഞത്? ഇപ്പൊ നിങ്ങൾ എന്നാ ചെയ്ത് പറട്ടെ, ഞങ്ങളും ഇപ്പോഴാണ് ചിന്തിക്കുന്നത്. എനിക്ക് 24 മണിക്കൂർ ഇത് തന്നെയാ ചിന്ത. അതെന്തിനാ അങ്ങനെ വേറൊന്നും ചിന്തിക്കാതിരിക്കാൻ? എന്ത് നല്ലതാ പ്രശ്നം. ഇതും ചിന്തിച്ചോണ്ടിരുന്ന എന്തൊരു സന്തോഷത്തോടെ ദൈവത്തെ ഒന്ന് സൂക്ഷിച്ചേ. ഇതെങ്ങനെയാണെന്നറിയോ? ഇടയന്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ട്? വടിയും കോലും. ഈ വടി എന്ന് പറയുന്ന ഉപദേശത്തെ കാണിക്കുന്നു. അതായത് ആടുകളെ നേരായ മാർഗത്തിൽ കൊണ്ടുപോകാനുള്ളതാണ് വടി. ഈ കോലെന്ന് പറയുന്നതിന്റെ അറ്റത്ത് കുടക്കാല് പോലൊരു വളവുണ്ട്. അമ്മ ഇന്ന് ഒത്തിരി പാസ്റ്റർമാരെ എൻ്റെ കിട്ടിയതാ. ഒരു ദൂത് അവരോട് പറഞ്ഞു പറ്റില്ല. അവർ പറയിലേക്ക് ഏബ്രാമിനൊരു നന്ദിയില്ലാത്ത അത് വരുന്നത്. അപ്പൊ പൊക്കത്തിലേക്ക് നിൽക്കുന്ന നല്ല ഇല വളച്ച് താഴ്ത്തി ആർക്ക് കൊടുക്കണം? ആര് കൊടുക്കണം? അത് ഞായറാഴ്ച വന്ന് സഭായോഗത്തിന് മേശക്കീടിലിരുന്ന് വളയ്ക്കാതെ നേരത്തെ വളച്ചുകൊണ്ട് വരണം. ഈ ചിലര് മേശക്കീടിരുന്ന് തുപ്പൽ തൊട്ട് വളയ്ക്കുന്നുണ്ടോ? സങ്കീർത്തനം ആ വളപ്പങ്ക് നിർത്തണം. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ദൈവം സമയം കൊടുത്ത അവസാനം മേശക്കീട് വളയ്ക്കുക. തമ്പുരാൻ വടിയും കോരി തന്നിരിക്കുന്നത് ഈ നല്ല ഇല ആടിന് വളച്ചോണ്ട് വരാനാ. എപ്പോഴാ ഒരാട് പോയെന്ന് മനസ്സിലായേ? കൂട്ടിനകത്തോട്ട് വൈകിട്ട് കയറാൻ നേരത്ത് ഈ വടി ഇങ്ങനെ പിടിക്കും. വടി ഉപദേശമാ. സ്തോത്രം പറഞ്ഞു. ആ വടിയുടെ അപ്പുറത്തോട്ട് കിടക്കുന്നതിനെ മാത്രമേ എണ്ണൂ. ഞാനൊരു ചിന്ത പറയാം, ആർക്കൊന്നും തോന്നില്ല. ആ സഭയിൽ 6000 പേരുണ്ട്, ഈ സഭയിൽ 2000 ഉണ്ട്, ആ സഭയിൽ 3000 ഉണ്ട്. തെറ്റൊന്നുമില്ല. വടിയുടെ അപ്പുറത്ത് പോയതേ തമ്പുരാൻ എണ്ണിട്ടുള്ളൂ. ബാക്കി നമ്മൾ എണ്ണി വെച്ചിരിക്കുക. പിടി കിട്ടിയില്ല ആർക്കും അല്ലേ? മതി. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സൂട്ടബിൾ വേർഡ്സ്. അത്ര മതി. ഹല്ലേലൂയ. എല്ലാത്തിനും ഒന്ന് തമ്പുരാൻ എണ്ണുകല.
വടിയുടെ അപ്പുറത്ത്, വചനത്തിനപ്പുറത്തേക്ക്, ഉപദേശത്തിനപ്പുറത്തേക്ക് വടി കടന്നു വരാത്തതിനെ ഒന്നും തമ്പുരാന്റെ ലിസ്റ്റിനകത്ത് പെടുത്തത്തില്ല. പക്ഷെ അവരൊന്ന് തിരിച്ചുവിടണം. സഭയ്ക്കകത്ത് വന്നോട്ടെ, വന്നിരുന്നോട്ടെ. അതുകൊണ്ട് ആ തമ്പുരാൻ ആ വടിയുടെ അപ്പുറത്തോട്ട് പോയ 99 പാസ് ചെയ്തിട്ടുണ്ടോ? എവിടെ വിട്ടേച്ച്? ഈ ഒന്നിന്റെ പ്രസംഗം മാത്രമല്ല പ്രസംഗത്തിലുള്ളൂ. ബാക്കി 99 എന്തെങ്കിലും പ്രസംഗത്തിലുണ്ടോ? ഇല്ല. ഇതിനുണ്ട്. നമ്മൾ പ്രസംഗിക്കുന്ന മുഴുവൻ കാണാതെ പോയി ഒന്നിനെ കുറിച്ചാണ്. പാവ 99 കാര്യം ഇതുവരെ പ്രസംഗത്തിലുണ്ടോ? അടുത്ത ആഴ്ചത്തെ സബ്ജക്റ്റ് 99 എവിടെ വിട്ടേച്ച്? മരുഭൂമിയിൽ വിട്ടേച്ച്. എന്തുറപ്പ്? തിരിച്ചു വരുമ്പോൾ കാണുമെന്നുള്ളത് എന്തുറപ്പ്? ഒരു ദൂത് ഞാൻ പറയാം, എന്റെ കൂടെ നിൽക്കാവോ? വടിയുടെ അപ്പുറത്തോട്ട് പോയ 99 കാര്യത്തിൽ ഇടയൻ ഉറപ്പാ. ഓ, എന്റെ കൂടെ വാ, എന്റെ കൂടെ വാ. ഉപദേശത്തിൽ നിൽക്കുന്ന 99 ആടിന്റെ കാര്യത്തിൽ ഇടയൻ ഉറപ്പുണ്ടെന്ന്, തിരിച്ചു വരുമ്പോ കാണുമെന്ന്. സംശയമുണ്ടോ? സംശയമുണ്ടോ? ഗെന്നസരത്തിൽ വെച്ച് പത്രോസിനോട് പറഞ്ഞത് ഇങ്ങോട്ട് വീശിക്കോളാൻ പറഞ്ഞു യേശു. പറഞ്ഞില്ലേ? ആ വീശുന്നതിന് മുമ്പ് പത്രോസ് നിൽക്കുന്ന വല പത്രോസ് കഴുകായിരുന്നു. മുക്കോമാര് വല കഴുകുന്ന കൂട്ടത്തെ കണ്ണി കൂടെ കെട്ടും, കൂട്ടിക്കെട്ടും. ശരിയാണോ? ചെറിയ കണ്ണി പൊട്ടിക്കിടക്കുന്നേ. ആമേൻ. ഒരൊറ്റ വലയിലും ഒരു കണ്ണിയെങ്കിലും പൊട്ടാത്ത കാണുകയില്ല. പക്ഷെ നന്നായിട്ട് ശ്രദ്ധിക്കാത്തോടാ ഈ ആഴ്ച തൊറ്റി നോക്ക്, 1-2 കണ്ണി പൊട്ടിക്കിടപ്പുണ്ട്. പക്ഷെ ഒരു കാര്യം പറയാൻ വരുവാ, പക്ഷെ കീറാറാകുവോളം മീൻ എന്ന് ബൈബിളിലുണ്ട്. കീറിയോ? ഇല്ല. എന്താ സംഭവിച്ചതറിയോ? ആ വലയുടെ 3 ഇഞ്ച് വടവിലൊക്കെ തമ്പുര 3.5 ഇഞ്ച് മീനെ വെച്ച് അടച്ചു. പാസ്റ്റർമാരോട് എല്ലാം പറയാ, സഭയ്ക്കകത്ത് അവൻ നല്ല കൃപയുള്ളവരെ വാതിക്കെ നിർത്താമെങ്കിൽ ഒരൊറ്റ മീൻ ചാടി പോകത്തില്ല. അല്ല, അവൻ 3 ഇഞ്ച് വടവിലൊക്കെ 3.5 ഇഞ്ച് ഉള്ളവരെ വെച്ച് നിർത്തണം. ഓ, സന്തോഷമുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. അകത്ത് കയറിയ മീൻ പുറത്തു പോകാതിരിക്കുവാൻ വിള്ളലുകളും മുഴുവൻ കൃപയുള്ള മീനെ കൊണ്ട് അടപ്പിക്കുന്ന ദൈവ സാന്നിധ്യം. ഓ, ഒന്ന് നല്ലപോലെ ദൈവത്തെ സ്തുതിക്കുക. ദൈവം തന്ന നന്മയാണോ, ദൈവം തന്ന അനുഗ്രഹമാണോ ശത്രു കൊണ്ടുപോകാൻ സർവശക്തൻ അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. സന്തോഷമുണ്ടോ? നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ മുമ്പോട്ട് പോവാ. എൻ്റെ ആടുകളുടെ വാതിൽ ഞാനാന്ന് പറഞ്ഞത്. ആടുകളെ മുഴുവൻ വൈകുന്നേരം ആലയിൽ കയറ്റിയ ശേഷം ഇടയൻ ഗോദറേജിന്റെ പൂട്ടില്ല, അതിന് അൽസേഷന്റെ പട്ടിയില്ല, ഡോബർമാന്റെ പട്ടിയില്ല. നാഗാലാൻഡിൽ നിന്ന് കൊണ്ടുവന്ന ഗൂർഖ വാള വിട്ടുകൊണ്ട് ആട്ടുംകൂട്ടിന് കാവലില്ല. പിന്നെ ആരാ കാവൽ? ഇടയനാ. ഇടിച്ചെടുത്ത ഒലിവെണ്ണ തൂക്കുവിളക്കിനകത്ത് നിറച്ച് തിരിയിട്ട് കത്തിച്ച് മുകളിൽ കെട്ടിത്തൂക്കി അതിൻ്റെ അടിയിൽ ഇടയൻ കിടക്കും. ഇടയനാ വാതിൽ. ഇരുമ്പ് വാതിലല്ല, അത് കൃപയുടെ വാതിലാ. പകൽ ഈ ആടുകൾ മുഴുവൻ സ്വച്ഛമായ വെള്ളവും പച്ചയായ പുല്ലും ലോകത്തിന് പുച്ഛമാണെങ്കിലും അത് മെച്ചമായി കഴിച്ചിങ്ങനെ നടക്കുന്നതിനിടയ്ക്ക് ചില ചെന്നായും ചില കുറുക്കനൊക്കെ പ്ലാനറ്റിലുണ്ട്. സന്ധ്യ ആകട്ടെ, ആമേൻ, സൂര്യനൊന്ന് അസ്തമിച്ചോട്ടെ, ഇവനെ ഞാൻ പൊക്കുവെന്ന്. പക്ഷെ അത് ആടിനറിയില്ല, പക്ഷെ ഇടയനറിയാം. നീ ജീവനോടെ ഇരിക്കുന്നതും, നിന്റെ കുടുംബം ജീവനോടെ ഇരിക്കുന്നതും, നിന്റെ മക്കൾ എത്ര ദൂരം പോയി പഠിക്കുമ്പോഴും അവർ ഇരിക്കുന്നതും അവർ സംരക്ഷിക്കപ്പെടുന്നതും നമ്മുടെ പണത്തിന്റെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ കുടുംബ പേര് കൊണ്ടല്ല, ഇടയന്റെ ചങ്കത്ത് ചവിട്ടിയിട്ടല്ലാതെ ഒരൊറ്റ ആടിനെ തൊടാൻ ഇടയൻ സമ്മതിക്കത്തില്ല. ഓ, കൃപയുള്ളവർ ഇന്ന് രാത്രികാല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായ ദൂത് പറയാ. എന്റെ ഇടയന്റെ ചങ്കത്ത് ചവിട്ടിയല്ലാതെ ഒരൊറ്റ ആടിനെ തൊടാൻ ആടുകളുടെ വാതില് ഞാനാ. ആമേൻ. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്ക്. വാതിൽ എന്ന് യേശു സ്വയം ഡിക്ലെയർ ചെയ്തപ്പോൾ ഇന്ന് രാത്രി ഇടയ്ക്കാടുള്ള നമുക്ക് ചോദിക്കാം, നാഥാ, ഞങ്ങൾ പാവങ്ങളാ, ഞങ്ങൾക്കറിയില്ലപ്പാ. വൈ യു ഡിക്ലെയർ യു ആർ ദ ഡോർ?
വാട്ട്സ് ദ മീനിങ്? അതിന്റെ അർത്ഥം എന്താ? കർത്താവിന്റെ മറുപടി, ദ ഡോർ ഈസ് ദ സൈൻ ഓഫ് പ്രൊട്ടക്ഷൻ. ഡോറ് എന്തിനെ കാണിക്കുന്നു? സംരക്ഷണത്തെ കാണിക്കുന്നു. ഒരിക്കല് ഞാൻ ചെമ്പൂര് ബോംബെ പ്രസംഗിച്ചിട്ട് കൊങ്കൺ റെയിൽവേ വഴി അവരങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. ഒരു AC മാറ്റമില്ല, അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനൊന്നും കാണാൻ പറ്റുന്നത്, അത് പുറകിലും കണ്ട. അതിനകത്താണ് മുഴുവൻ ഗുജറാത്തികളും വേറെ ഭാഷക്കാരാണ്, എല്ലാവരും ഹിന്ദിയും മറ്റുമൊക്കെയാണ് സംസാരിക്കുന്നത്. ഞാൻ ബർത്തിലിങ്ങനെ ബൈബിളൊക്കെ വായിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ താഴോട്ട് ഇറങ്ങിയിട്ട് ആ കോറിഡോറിനകത്ത് 3, 6, 8 സീറ്റ് ഞാനിങ്ങനെ കൈ പൊക്കിയിട്ട് തന്നെത്താൻ ഹല്ലേലൂയ. അന്നേരം അതിലൊരാൾ എന്നോട് മലയാളത്തിൽ ചോദിക്കുക, മലയാളിയാണല്ലേ എന്ന്. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു, ഇത് നടന്ന സംഭവമാണ്. ആള് കാട്ടാക്കടക്കാരനാണ്, ഇത് നടന്ന സംഭവം. ആളെന്നോട് പറയാ, ഞാൻ ചോദിച്ചു, സാറേ ഹല്ലേലൂയ എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ, ആക്ച്വലി ഞാൻ മലയാളിയാണ്, പക്ഷെ സാറിന് അങ്ങനെ മനസ്സിലായി മലയാളിയാണ്. പുള്ളി എന്നോട് പറയുക, അത് ഞാനൊരു സർട്ടിഫിക്കറ്റ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ട്രെയിനകത്തൊക്കെ ഇത്ര നാണമില്ലാതെ ഹല്ലേലൂയ പറയണമെങ്കിൽ നിങ്ങളൊരു മലയാളി ആയിരിക്കുമെന്ന്. അത് ഞാനൊരു സർട്ടിഫിക്കറ്റ് ആയിട്ട് എടുത്തു. സുഹൃത്തേ, നമുക്കൊരു സർട്ടിഫിക്കറ്റാ. ഏത് ട്രെയിനിലായാലും, ഏത് ബസ്സിലായാലും, ഏത് റോഡിലായാലും അവൻ ലജ്ജയില്ലാതെ ഹല്ലേലൂയ പറയാലോ. എനിക്ക് അതാ പറ്റാതായി. രാജാം ഫിലദൽഫിയായിന്ന് കുടുംബമായിട്ട് വന്ന് പൈസ മുടക്കുന്നില്ല, ബ്യൂട്ടിഫുൾ മ്യൂസിക് ടീം, സൂപ്പർ മ്യൂസിക് ടീമാണ്. നല്ല മ്യൂസിക് ടീമിനെ വിളിച്ച് നല്ല യോഗം വെച്ചിരിക്കാം. ഓരോരുത്തർ യോഗത്തിന് വന്ന് വരുമ്പോൾ മുതൽ ഒരു കൈ ഫെഡറൽ ബാങ്കിലും മറ്റേ കൈ സ്റ്റേറ്റ് ബാങ്കിലും. രണ്ട് കൈയേ മൊത്തം ഉള്ളൂ. ഒന്ന് ഇവിടെ ഫെഡറൽ ബാങ്ക്, ഇവിടെ മറ്റേ സ്റ്റേറ്റ് ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റാ. ആശീർവാദം ആകുമ്പോഴേ എടുക്കുള്ളൂ. പാവം മനുഷ്യൻ. ഞാനിങ്ങോട്ട് വരുന്ന കാര്യത്തിൽ തന്നെ അദ്ദേഹം എന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ വൈഫ് ഇവിടെ പെണ്ണിൻ്റെ എത്ര പ്രാവശ്യം വിളിച്ചിട്ടേ, 5 പ്രാവശ്യം ഒറ്റ വിളിച്ച്. ഞാൻ പറഞ്ഞു, ഫോൺ നീ കൈ വെച്ചോ, 6ാമതും വിളി വരുമെന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് പ്രസംഗകൻ എത്തിയില്ല, ടെൻഷനാ. എന്നാ ഇങ്ങനെ നിങ്ങളുടെ മുറ്റത്തൊരു യോഗം വെക്കാൻ പറ്റിയില്ലല്ലോ, എന്നാ തമ്പുരാൻ ഇങ്ങനെ ഒരെണ്ണം വെച്ചല്ലോ, വന്നിരുന്നൊന്ന് കയ്യെങ്കിലും അടിക്കുക. പിന്നെ കൈയടിക്കാത്തവരോട് എനിക്ക് കംപ്ലൈന്റ് ഇല്ല, ഇത് ഓൺലൈനിൽ പൊക്കോണ്ടിരിക്കുക. കൈയടിക്കാത്ത പലരും പിന്നെ കൈയും കാലും വിട്ടടിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ട് അതങ്ങനെ കിടക്കട്ടെ. പ്രേക്ഷകരോ, സന്തോഷത്തോടെ കർത്താവിനൊന്ന് സൂചിച്ചാട്ടെ, മനസ്സ് നിറഞ്ഞ ദൈവത്തെ സൂചിച്ചാട്ടെ. എന്നാൽ ഇന്ന് രാത്രി ഇതിനകത്ത് പ്രാർത്ഥിക്കുന്നവർ കയറിയിട്ടുണ്ട്, ആത്മീയർ കയറിയിട്ടുണ്ട്, തീ പിടിച്ചവർ ഇതിനകത്ത് കയറിയിട്ടുണ്ട്, അഭിഷേകം പ്രാപിച്ചവർ കയറിയിട്ടുണ്ട്. തമ്പുരാന് വേണ്ടി ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവര് ഇന്ന് രാത്രി ഇതിനകത്ത് കയറിയിട്ടുണ്ട്. അവരോട് ദൈവാത്മാ പറയുന്നത്, ഒരത്ഭുതത്തിന്റെ രാത്രിയായി രാത്രി മാറുകയാ, ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന രാത്രിയായി രാത്രി മാറട്ടെ. യെസ്, ആ ട്രെയിനിലെ അദ്ദേഹമായിട്ട് ഞാൻ പരിചയപ്പെട്ടു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, സ്ഥലം എവിടാ? അദ്ദേഹം പറഞ്ഞു, കാട്ടാക്കട. ഞാൻ പറഞ്ഞു, എനിക്കറിയാം, ഞാൻ ഒത്തിരി പ്രസംഗത്തിലുള്ള സ്ഥലമാണ്. എന്നിട്ട് അദ്ദേഹം എന്നെ മുഖത്ത് നോക്കി പറഞ്ഞു, എനിക്ക് പാസ്റ്റർമാരെ ഇഷ്ടമല്ല, ഒരു മയം പോലും ഇല്ലാതെ. ഞാൻ ചോദിച്ചു, അതെന്താ സാറേ, അതെന്താ ഇഷ്ടമല്ലാത്ത? ഓ, അവര് വാ തുറന്ന മൈക്ക് കിട്ടിയ കാണുന്നവരെ വിടും, പാവി പാവി പാവി, വേറെ ഒന്നും വിളിക്കാനില്ല അവർക്ക്. എന്നോട് പറയാ. ഞാൻ ചോദിച്ചു, സാറേ അങ്ങനെ പാപം ഇല്ല? അപ്പം ഏത് പാപം? എന്തോ പാപം ഉണ്ടെന്ന പാസ്റ്റർ പറയുന്നത്. ഞാൻ പറഞ്ഞു, കൊലപാതകം. ഈ ഇറച്ചിക്കിടക്കലുള്ളവർ ആടിനെ മാടിനെയൊക്കെ കൊല്ലുന്നില്ലേ, അത് കൊലപാതകമല്ലേ? അല്ല, എന്നോട് ചോദിക്കുക. BSc MSc പഠിക്കുന്നവര് ഏതെല്ലാം മൃഗങ്ങളെയാ കൊല്ലുന്നത്? ജീവനുള്ള മീനിനെയല്ലേ അമ്മച്ചിമാര് കൊന്ന് കറി വെക്കുന്നത്? പിന്നെ കുറച്ച് ധൈര്യമുള്ളവൻ മനുഷ്യനെ കൊല്ലുന്നു, അത്രേ ഉള്ളൂ. എന്നിട്ട് എന്നോട് ചോദിച്ചു, പാസ്റ്റർ മനുഷ്യരെ കൊന്നിട്ടുണ്ടോ എന്ന്? ഞാൻ പറഞ്ഞില്ല, ധൈര്യമില്ല പാസ്റ്റർക്ക്, ധൈര്യമില്ല. അതുകൊണ്ട് അത്ര ഉണ്ട്, വേറെ ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ മോഷണമൊക്കെ ഉണ്ടല്ലോ, മോഷണം ഉണ്ടേപ്പള്ളി പറഞ്ഞു, ഒരൊറ്റ രാത്രി കൊണ്ട് പാസ്റ്റർക്ക് പറ്റുമോ എന്ന് ചോദിച്ചു, ജുവല്ലറി കൊള്ളയടിക്കാൻ. ഒരാൾ കമ്പ്യൂട്ടർ പഠിക്കുന്നു, വേറെ ആൾ തെങ്ങ കയറാൻ പഠിക്കുന്നു, വേറെ ആൾ മുടി വെട്ടാൻ പഠിക്കുന്നു, വേറെ ആൾ ഇൻഫർമേഷൻ ടെക്നോളജി പഠിക്കുന്നു, ഓരോരുത്തരും ഓരോന്ന് പഠിക്കുന്നു. എന്നാൽ ചിലരൊക്കെ ഒന്ന് പഠിക്കുക, ഒറ്റ രാത്രി കൊണ്ട്
ഒരു ബാങ്കൊക്കെ അവൻ കൊള്ളയടിച്ചു. അതൊരു ഭയങ്കര കഴിവാന്ന് പറയും, മോഷണം. എന്നിട്ട് എന്നോട് ചോദിച്ചു, പാസ്റ്റർ എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല, കഴിവില്ല, പാസ്റ്റർക്ക് കഴിവില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ട്രെയിനകത്ത് മറ്റവിടെ ഇരിക്കുന്നവർക്കൊന്നും മനസ്സിലാകുന്നില്ലതാണ് ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വാക്യം. കാരണം അവരെല്ലാം ഹിന്ദിക്കാരാണ്. അപ്പോൾ ഞാൻ അതവർ ചോദിച്ചു, മദ്യപാനമോ? എന്തെങ്കിലും ഉന്നിപ്പിടിക്കണ്ടേ? ഒരാൾ പറഞ്ഞു, ഒരു നിവൃത്തിയില്ലാത്തവൻ കഞ്ഞിവെള്ളം കുടിക്കുന്നു, അല്പം കൂടെ നിവൃത്തിയുള്ളവൻ നാരങ്ങ വെള്ളം കുടിക്കുന്നു, അല്പം കൂടെ നിവൃത്തിയുള്ളവൻ തംസപ്പ് ഗോൾഡ് സ്പോട്ട് കഴിക്കുന്നു, അല്പം കൂടെ നിവൃത്തിയുള്ളവൻ ബിയർ കഴിക്കുന്നു, സാമാന്യം കാശുള്ളവൻ ബ്രാൻഡ് കുടിക്കുന്നു. എന്നോട് ചോദിച്ചു, കുടിച്ചിട്ടുണ്ടോ? ഇല്ല, കാശില്ല. ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പം ഒരു വാക്യം കയ്യിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് 4 വർഷം. കുളിക്കുമ്പോൾ മാത്രം മാറ്റി വെക്കത്തുള്ളൂ നനയാതിരിക്കാൻ. ആ വാക്യം ലൂക്കോസ് 21:13. അതിങ്ങനെയാണ്, നിന്റെ എതിരികൾക്ക് ചെറുത്തു നിൽപ്പാൻ കഴിയാത്ത വാക്കും ജ്ഞാനവും ഞാൻ നിനക്ക് തരും എന്ന് ബൈബിളിൽ ഒരു വാക്യമുണ്ട്. അത് വായിച്ച അന്നത്തെ നിഷ്കളങ്കതയിൽ കർത്താവിൻ്റെ അടുക്കൽ എതിർച്ചോട്, കർത്താവേ എനിക്കിത് വേണം, എനിക്കിത് തരണമെന്ന് പറഞ്ഞ് 4 കൊല്ലം ഇത് കുറിച്ച് വെച്ച് പ്രാർത്ഥിച്ചതാണ്. ട്രെയിനിലിരുന്ന് കർത്താവിനെ ഞാൻ ഓർപ്പിച്ചിട്ട് പറഞ്ഞു, ഇനി ഒരിക്കലും തന്നില്ല സാറല്ലേ, ഇപ്പം എനിക്കതൊന്ന് തരണം, കാരണം ഇയാളോട് എനിക്കൊരു മറുപടി പറയണം. അപ്പോൾ ദൈവം എന്നോട് ഇടപെടാൻ തുടങ്ങി. ഒരു കൊച്ചു എൻകൗണ്ടർ ട്രെയിനകത്ത് നടക്കുക. ചോദിക്കാൻ പറഞ്ഞു അവനോട്, വീടെവിടാന്ന്. ഞാൻ പറഞ്ഞു, മറ്റു കാട്ടാക്കട. വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഭാര്യയുണ്ട്, മക്കളുണ്ട്. മക്കൾ എത്ര പേര്? 2 പേര്. ആരൊക്കെ? മൂത്തത് മോളാ. എന്ത് ചെയ്യുന്നു? 10 പഠിക്കുന്നു. മോനോ 8 പഠിക്കുന്നു. അവനോട് പറ, ഇന്ന് രാത്രി ഉറങ്ങുമ്പോൾ വീടിന്റെ കഥ കടക്കരുതെന്ന് പറയാൻ പറഞ്ഞു. ഇന്ന് രാത്രി നീ ഉറങ്ങുമ്പോൾ നിന്റെ വീടിന്റെ കഥ കടക്കരുതെന്ന് അവനോട് പറയാൻ പറഞ്ഞു. ഉടനെ ആ പുള്ളി എന്നോട് തിരിച്ചു പറയാ, ഞങ്ങൾക്ക് കഥ കടക്കാതെ കിടക്കാൻ പറ്റുകയല്ല, ഞങ്ങളുടെ നാട് വളരെ മോശമാണ്. ഞാൻ ചെന്നാ മോഷണം. ഞാൻ പറഞ്ഞു, അതൊരു കഴിവല്ലേ? ഉടനെ പറഞ്ഞു, കഥവ് തുറന്നിട്ട് കിടന്ന മോളൊന്നും വീട്ടിൽ കാണുക പറഞ്ഞു. കൊണ്ടുപോട്ടെ, കഴിവുള്ളവൻ കൊണ്ടുപോട്ടെ, അവന്റെ കഴിവ് തെളിയിക്കാൻ ഒരു അവസരം കൊടുക്കില്ല ചേട്ടാ. അന്നേരം ആ പുള്ളിക്ക് മനസ്സിലായത് മോഷണം കഴിവല്ല. സ്വന്തം മോളെ വേറൊരാൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് മോഷ്ടാവിന്റെ കഴിവാണെന്ന് പുള്ളിക്ക് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. ഞാൻ ആ ട്രെയിനകത്തിരുന്നു, ഒച്ചയൊക്കെ കൂട്ടി പറഞ്ഞു, പുറത്ത് കള്ളൻ, അകത്ത് നിങ്ങൾ കുടുംബം, ഇടയ്ക്ക് വാതിൽ. അതാണ് ബൈബിൾ ഞങ്ങളെ പഠിപ്പിക്കുന്നത്. യേശുവാണ് വാതിൽ. നീ ഇന്ന് ജീവനോടെ ട്രെയിനിൽ ഇരിക്കുന്നത് വാതിലുള്ളത് കൊണ്ടാവോ? കൃപയുള്ളവർ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് രാത്രി നിന്റെ ജീവിതം തമ്പുരാൻ സംരക്ഷിക്കുന്നത് ആ വാതിലിനകത്താണ്. ദൈവത്തിന്റെ സംരക്ഷണത്തിന്റെ പാക്കേജിനകത്തുള്ളവരുടെ ആരാധന ഇന്ന് രാത്രി പന്തലൊന്ന് ഒന്ന് വിളങ്ങട്ടെ. ഒരു അന്യഭാഷ അഭിഷേകത്തില് അവൻ ആ കർത്താവിന്റെ ആ സംരക്ഷണത്തിന്റെ പാക്കേജിനകത്ത്. ഹല്ലേലൂയ. നിങ്ങളുടെ മാതാപിതാക്കള്, മക്കള്, കുടുംബം, അവരുടെ വിദ്യാഭ്യാസം, നിങ്ങളുടെ സാമ്പത്തിക മേഖലകൾ, ഇയ്യോബിനോട് ദൈവം പറഞ്ഞതുപോലെ നിനക്കും നിന്റെ വീടിനും നിനക്കുള്ളതിനും മുഴുവൻ തമ്പുരാന്റെ സംരക്ഷണ വേലിയുടെ പാക്കേജ്. ആമേൻ. ഹല്ലേലൂയ. എത്ര നമുക്ക് സന്തോഷമുണ്ട്. നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. മനസ്സ് നിറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. സമയമില്ല. എൻ്റെ പ്രസംഗത്തിന് 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബീച്ചിൽ നിൽക്കുകയാണ്. എവിടെയാ ബീച്ച്? നമ്മൾ നടുക്കടലിലോട്ട് പോകും 2-3 മിനിറ്റ് കഴിയുമ്പോൾ. അന്നേരം നിങ്ങൾ എൻ്റെ കൂടെ കാണണം. നടുക്കടലിൻ്റെ പ്രത്യേകത ആൾക്കൂട്ടം കുറവും ആഴം കൂടുതലുമായിരിക്കും. നമ്മൾ അവിടേക്ക് പോകാം. ബീച്ചിൻ്റെ പ്രത്യേകത ആഴം കുറവും ആൾക്കൂട്ടം കൂടുതലുമായിരിക്കും. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പോകും. അതുകൊണ്ട് ഒരൊറ്റ കാര്യം കൂടെ ആ വാതിലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ജീസസ്, why you declare you are the door. അപ്പോൾ യേശു 2ാമത്തെ കാര്യം പറഞ്ഞു, door is the sign of receiving, sign of protection ആണ്. അപ്പോൾ തന്നെ ഡോറിന്റെ പ്രത്യേകത അത് സ്വീകരണത്തിന്റെ അടയാളമാണ്. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ. ഏതു വ്യക്തി ചെറിയവരായാലും വലിയവരായാലും അവരെ സ്വീകരിക്കുന്നത് വാതിലാണ്. ഇന്ന് രാത്രി എടക്കാട് ദേശമേ നിന്നെ സ്വീകരിപ്പോൾ യേശു എന്ന വാതിൽ ഇന്ന് രാത്രി തുറന്നിട്ടിരിക്കുകയാ സൗജന്യമായി.
ഓ റസേഖമാന. ജനം പ്രാർത്ഥിക്കുക, ജനം പ്രാർത്ഥിക്കുക. ഈ ശബ്ദം ആമേൻ ദേശത്ത് മുഴങ്ങട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. അനേകർ ക്രിസ്തുവിനെ അറിയട്ടെ. യേശുവാകുന്ന വാതിലൂടെ കടന്ന് അനേകർ രക്ഷ പ്രാപിക്കട്ടെ. ഇതുവരെ ഈ സന്തോഷം അനുഭവിച്ചിട്ടില്ലാത്തവർ ഇന്ന് രാത്രി സൗജന്യമായി യേശു ക്രിസ്തു എന്ന വാതിൽ നിനക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ഭാഗം കൂടി വാതിലിനെ കുറിച്ചുണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറയാം. ഡോർ ഈസ് ദ സൈൻ ഓഫ് റിജക്ഷൻ ഓൾസോ. ഇത് ആമേൻ ഒരു വ്യക്തിയെ പുറത്തോട്ട് കഴുത്തെ പിടിച്ച് തള്ളുന്ന എവിടെയാ? വാതിൽ തന്നെയാ. അതവിടെ നിൽക്കട്ടെ. അത് നമുക്ക് അവസാനം എടുക്കാം. ഞാൻ മറ്റൊരു ഭാഗത്തേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ബീച്ച് വിടാൻ പോവാ. ആമേൻ. നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അടൂരിൽ, എടക്കാട്, കൊട്ടാരക്കരയിൽ, ഏനാത്ത്, തിരുവനന്തപുരത്ത്, കേരളത്തിൻ്റെ 14 ജില്ലകളിൽ 4.5 കോടി ജനങ്ങളുടെ ഇടയിൽ, ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ 786 ജില്ലകളിൽ 6,50,000 ഗ്രാമങ്ങളിൽ അവൻ 633 ഭാഷക്കാരുടെ ഇടയിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറെ വാതിലുകൾ ഇപ്പോൾ തുറന്നിട്ടുണ്ട്. വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 1-2 വാക്യങ്ങളിലേക്ക് കടക്കുന്നു. യെസ്, ആമേൻ, 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 ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലിലൂടെ കടക്കാതെ, ആട്ടിൻ തൊഴുത്തിന്റെ വാതിലിലൂടെ കടക്കാതെ വേറെ വഴിയായി വേറെ വാതിൽ വഴി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. വാതിലിലൂടെ കടക്കുന്നവനോ ആടുകടിയുടേനാകുന്നു. ഇന്ന് രാത്രി എത്ര പേർക്ക് ദൂതിന്റെ അർത്ഥം മനസ്സിലായി? എത്ര പേർക്ക് ദൂതിന്റെ അർത്ഥം മനസ്സിലായി? അല്ലെങ്കിൽ വേറെ വാതിലുകൾ. യേശു ക്രിസ്തു ഫിലിപ്പിയിലെ കൈസരിൽ ഇരുന്ന് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. ഞാൻ എൻ്റെ സഭയെ പണിയും. മലയാളത്തിൽ അടുത്ത വാക്ക് ഇങ്ങനെയാണ്, പാതാള ഗോപുരങ്ങൾ അതിനെ. എന്നാൽ ഇംഗ്ലീഷിൽ അങ്ങനല്ല. ദ ഗേറ്റ്സ് ഓഫ് ഹെൽ, പാതാളത്തിന്റെ വാതിലുകൾ അതിനെ ജയിക്കില്ല. സഭ ഒന്നേ ഉള്ളൂ, എന്നാൽ പാതാളത്തിന്റെ വാതിലുകൾ ഒരുപാടുണ്ട്. സഭ ഏകവചനമാണ്. ഐ വിൽ ബിൽഡ് മൈ ചർച്ച്, ഏകവചനമാണ്. എന്നാൽ അടുത്ത വാക്ക് ശ്രദ്ധിച്ചേ, ഗേറ്റ്സ് ഓഫ് ഹെൽ, പാതാളത്തിന്റെ വാതിലുകൾ. ആമേൻ. ഒരുപാട് വാതിലുകളുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾ സൂക്ഷിക്കേണ്ട വാതിലുകളുണ്ട്, വശീകരിക്കുന്ന വാതിലുകളുണ്ട്. നിനക്ക് തോന്നും അതും ഇത് ഒരുപോലെ ഇരിക്കുന്നല്ലോ എന്ന് തോന്നും. ഓ, എൻ്റെ കൂടെ നിൽക്കാമോ? ഈ മൗനം എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. ചിന്തിക്കാൻ നിങ്ങൾ സമയം എടുക്കാതെ എനിക്കറിയാം. പക്ഷെ ചിന്തിച്ച് തിരിച്ചു പറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താ സംഭവിച്ചേ? ചിലർക്ക് അബദ്ധം പറ്റി വഞ്ചിക്കപ്പെടാതിരിപ്പീൻ. ചില വാതിലുകൾ നിങ്ങളെ വശീകരിക്കും. ചില വാതിലുകൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് തെറ്റായ മാർഗത്തിലേക്കായിരിക്കും. പക്ഷെ വാതിലെല്ലാം കണ്ടാൽ ഒരുപോലെ ഇരിക്കും. ആമേൻ. ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ചില വാതിലുകൾ കൊണ്ടുവരാം, ശ്രദ്ധിക്കണം. ആമേൻ. വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. ആമേൻ. കുറച്ച് വചനത്തിന് ആഴത്തിലേക്ക് നമ്മൾ പോകാൻ പോകുക. വായിച്ചു. നിന്റെ മുഖം വാടുന്നതുമെന്ത്? നിന്റെ മുഖം വാടുന്നതെന്ത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ അതിനു മുമ്പ് നീ കോപിക്കുന്നെന്തെന്നും കൂടില്ലേ? എന്നാൽ യഹോവ കയ്യിനോട് നീ കോപിക്കുന്നത് എന്തിന്? ഇത് ആരാധനയ്ക്ക് വന്നവനോടാ ചോദ്യം, അല്ലാതെ ഔട്ട് കവല നിൽക്കുന്നവനോട് അല്ല ചോദ്യം. കമോൺ, എന്റെ കൂടെ വാ. അതിനു മുമ്പൊരു കാര്യം പറയാനുണ്ട്. ഹാബേലിനെ കൊന്നിട്ട് നിൽക്കുക കായീൻ. അമ്മ ചോദിച്ചില്ല, അപ്പൻ ചോദിച്ചില്ല. ചിലർക്കൊരു ധാരണയുണ്ട്, ആരും ചോദിച്ചില്ല, അതുകൊണ്ട് ഇനി ആരും ചോദിക്കില്ലെന്ന്. ആരും ചോദിച്ചില്ലെങ്കിൽ ആമ ചോദിക്കുന്നവൻ ഇറങ്ങി വരുമ്പോ നിന്റെ അനുചരവിടെ. I am very serious. നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. ഇത് റോഡിലല്ല, കടമ്പനാട് ജംഗ്ഷനിലല്ല, സഭയ്ക്കകത്ത. ഒരപ്പന്റെ അമ്മയുടെ മക്കളാ, ഒരുമിച്ച് ആരാധിക്ക് വന്നതാ. ചോദ്യം,
ആരാധനയ്ക്ക് വന്ന നിന്റെ മുഖം എന്താ കോപിക്കുന്നേ? നിന്റെ മുഖം എന്താ വാടുന്നേ? നിന്റെ കൂടെ ആരാധിക്കാൻ വന്നവന്റെ ആരാധന ദൈവം പ്രസാദിച്ചത് നിനക്കെന്താ മനസ്സിലായില്ലേ? തമ്പുരാൻ ചോദിക്കുന്നു, നന്മ ചെയ്യുന്നുവെങ്കിൽ കൈയിനെ ദൈവം നിന്നിൽ പ്രസാദമുണ്ട്. വേദപുസ്തകത്തിൽ 565 സ്ഥലങ്ങളിൽ നന്മ എന്ന വാക്കുണ്ട്. അമേൻ. 8 പദങ്ങളിലായിട്ടാണ് അതിനെ വിഗ്രഹിച്ചിരിക്കുന്നത്. അമേൻ. ഗുഡ്, ഗുഡ്നസ്, വിർച്യു, അമേൻ. ഇങ്ങനെ പല പദങ്ങളുണ്ട്. ബൗണ്ടിഫുൾ ഉണ്ട്, വെൽത്ത് ഉണ്ട്, പല പദങ്ങൾ, പ്രോസ്പെരിറ്റി ചേർത്തിട്ടുണ്ട്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 4:7 നീ നന്മ ചെയ്യുന്നുവെങ്കിൽ എന്ന് പറയുന്നിടത്ത് ആ നന്മ എന്ന വാക്കിന് അമേൻ ഹീബ്രു ലാംഗ്വേജിൽ യാത്താബ്, YATHAB, യാത്താബ് എന്ന പദമാണ്. എന്ന് പറഞ്ഞാൽ കൈരേ നീ യാത്താബ് ചെയ്തിരുന്നുവെങ്കിൽ എന്നർത്ഥം. അതിന്റെ അർത്ഥം ദൈവത്തിന് പ്രസാദമുള്ളത്. നീ ആരാകുന്നത് ശരിയാ. കൺവെൻഷൻ വന്നവരോട് ചോദിക്കുന്നു, നിന്റെ മനസ്സെങ്ങനുണ്ട്? ഹൗ യുവർ മൈൻഡ്? മനസ്സെങ്ങനുണ്ട്? എന്താ മലയാളി അനുഗ്രഹിക്കപ്പെടാത്ത? എല്ലാവരും അല്ല കേട്ടോ, പ്ലീസ്. മലയാളിക്ക് എന്താ അനുഗ്രഹിക്കപ്പെടാത്ത? ഇതേ കൺവെൻഷൻ സൂചന വിളിക്കുന്നത് ആന്ധ്രയിലാണോ? തീർത്തും 12 തീ പിടിക്കും. കോയമ്പത്തൂരിയുടെ ഞാൻ പ്രസംഗിക്കാൻ പോയി. 1500 ചെറുപ്പക്കാരുണ്ടായിരുന്നു. പ്രസംഗം കൊണ്ട് ആരംഭിച്ചു. വിഷയം ഹോളി സ്പിരിറ്റാ. ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒറ്റ പിള്ളേർ കസേരയില്ല. ഞാൻ ചോദിച്ചു അവരോട്, எப்போ எல்லாரும் சேரில் இருந்து நாக்கால் நிறைய உட்கார்ந்து மேலே எந்திரிச்சு ஏன் நடன மாட்டீங்க? நான் பிரசவம் பண்ணிருக்கேன், நீங்கள் உட்கார்ந்து கேட்க வேண்டியதானே? அவரை கொஞ்சம் பார்த்துட்டா நாங்கள் உட்கார முடியாது, நாக்காலிக்கு தீ பிடிச்சாச்சு എന്ന് പറഞ്ഞാൽ കസേരയ്ക്ക് തീ പിടിച്ചെന്നാ. എത്ര പേർക്ക് അത് മനസ്സിലായി? അത് മനസ്സിലായാലെങ്കിൽ ഒരു ഭാഗ്യമായിരുന്നു. ആമേൻ. അവർക്ക് തീ പിടിച്ചതല്ല, അവർ ഇരുന്ന കസേരയ്ക്ക് തീ പിടിച്ചെന്നാ പറഞ്ഞേ. ഹല്ലേലൂയ. ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ എനിക്ക് തോന്നാറുണ്ട്, അതെൻ്റെ പേഴ്സണൽ കാര്യമാണ്. ഒന്നും നിങ്ങൾക്ക് തോന്നരുത്. തോമാസിലേക്ക് ഇന്ത്യ വരണ്ടായിരുന്നു, ആ രക്തസ്രാവക്കാരി വന്നാൽ മതിയായിരുന്നു എനിക്ക് തോന്നുന്നു. സൂചന മനസ്സിലാകും. തോമാസിലേക്ക് വന്നതുകൊണ്ട് പുള്ളി കണ്ടാലല്ലേ വിശ്വസിക്കത്തുള്ളൂ. പുള്ളി കുറേ തോമാച്ചന്മാരെ ഇവിടെ റെഡിയാക്കിയിട്ട് പൂക്കളഞ്ഞു. ആ തോമാച്ചന്മാർ ഇപ്പോഴും ഉണ്ട്. ഈ രക്തസ്രാവക്കാരി ആയിരുന്നുണ്ടല്ലോ, ഈ കാണാതെ വിശ്വസിക്കുന്ന സ്വഭാവമായിരുന്നുകൊണ്ട് കുറേ രക്ഷപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ചിലപ്പോഴേക്ക് എനിക്ക് തോന്നാറുണ്ട്, അവൻ തമിഴ്നാട്ടിൽ ജനിച്ച എത്ര നന്നായിരുന്നു. എന്നാന്നറിയോ, നമുക്ക് ഒത്തിരി മാറ്റം വരാനുണ്ട്. പ്ലീസ്, നിങ്ങളുടെ ശുശ്രൂഷ ഏൽക്കാനല്ല ഞാൻ വന്നത്. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് നിങ്ങളുടെ കാല് ഞാൻ കഴുകുന്നു. അതേ ദേവദാസന്മാരെ, എൻ്റെ മനസ്സുകൊണ്ട് നിങ്ങളുടെ കാല് കഴുകാനാണ് ഞാൻ വന്നേ. നിങ്ങളുടെ ശുശ്രൂഷ ഏൽക്കാനല്ല, നിങ്ങളെ ശുശ്രൂഷിക്കാനാ. നിങ്ങളെ ശുശ്രൂഷിക്കാനാ ഞാൻ ഇവിടെ നിൽക്കുന്ന. യേശുവിന് പകരമാവോ? ആ മനോഭാവം എനിക്ക് ഉണ്ടായില്ലെങ്കിൽ എൻ്റെ ശുശ്രൂഷ വ്യർത്ഥമാ. നമുക്കൊരു മടങ്ങി വരവ് ആവശ്യമാ. ഇന്ത്യ രാജ്യത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ നാമം ഉയരാൻ പോവുകയാ. ഒരു ദൂതി ഞാൻ നിങ്ങളോട് പറയാ, ഇന്ത്യയുടെ തെക്ക് ഭാഗമായ കേരളത്തിൽ നിന്ന് ഒരു തീ കത്താൻ പോവുക, കത്തിക്കൊണ്ടിരിക്കുകയാ. അതിനകത്ത് ഞാനുണ്ട്, 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 ഞാനുണ്ട് എന്ന് പറയാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി പറ, അതിനകത്ത് ഞാനുണ്ട്, 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 ഞാനുണ്ട്. സുറ്റ മക്കളെ, ഒരു കാര്യം ഞാൻ ചെയ്തറിയാമോ? എന്നോട് ദൈവം സംസാരിച്ചു. അവൻ തെക്കൊന്ന് തീ പിടിക്കുമെന്ന്. അത് ഞാൻ പ്ലേസ് ചോദിച്ചപ്പോൾ തമ്പുരാൻ പറഞ്ഞു, തിരുവനന്തപുരത്ത് വന്നു പറഞ്ഞു. ഇപ്പോൾ ഓപ്പണായിട്ട് പറയാം, ലോണ്ടയിൽ മുഴുവൻ പേര് കേൾക്കുക. ഞാൻ എന്നാ ചെയ്തെന്നറിയോ? തിരുവല്ലയിൽ എൻ്റെ വീട് വിറ്റു, തിരുവനന്തപുരത്ത് വീട് വെച്ചു, തീ പിടിക്കുന്നിടത്ത് വീട് വെച്ചു ഞാൻ. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് തിരുവനന്തപുരത്ത് പോക്ക് നിർത്തി ഞാൻ സ്ഥിരമാക്കി. കാരണം തീ അവിടുന്ന്. അല്ലേലിയ കേട്ടായിരുന്നു ഒരെട്ടെണ്ണം തീ പിടിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ അല്ലേലിയ കേട്ടായിരുന്നു ഒരെട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോഡമാന ഷകനം ദിരോഡ സേ കമാനവാസിയ അർക്കജം ബബാനകൾക്ക് സേമനാദിയ. ഞാൻ രാത്രി 1-2 ദൂതിലേക്ക് കിടന്നോട്ടെ. സഹോദരിമാർ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണേ. നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ പോകാൻ പറ്റാത്ത ദിവസം വരാൻ പോകുന്നു. അതെന്നാന്ന് ചോദിച്ചാൽ ഉത്തരം ഞാൻ പറയാം. നിങ്ങൾ സൂപ്പർ മാർക്കറ്റ് ചെല്ലുമ്പോൾ നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കുന്നവർക്ക് ഭൂതവളകും. അതിന് കൺവെൻഷൻ ഒന്നും വേണ്ട, അതിന് ഫ്ലക്സ് ഒന്നും വേണ്ട. ദബോരിയെ സീസരയ്ക്ക് 900 ഇരുമ്പ് രഥമുള്ള സീസരയ്ക്ക് ദബോരിയെ പേടിയായിരുന്നു.
എസ്തറിനെ രാജ്യത്തിന് പേടിയായിരുന്നു. ഹന്നായ ഏലി പുരോഹിതൻ ഉൾപ്പെടെ ആ കാലഘട്ടത്തിന് പേടിയായിരുന്നു. പ്രാർത്ഥിക്കുന്ന സഹോദരിയാണോ നീ ഇറങ്ങി നടന്നാമെന്ന് കാലി ചവിട്ടുന്നിടത്ത് തീയാവോ. എന്റെ കൂടെ ഇന്ന് രാത്രി എത്ര പേരുണ്ട്? നെഹമ്യാവിന്റെ അകത്തുനിന്നൊരു എഞ്ചിനീയർ പുറത്തു വരണം. ഗിദെയോന്റെ അകത്തുനിന്നൊരു പരാക്രമശാലി പുറത്തു വരണം ഇന്ന് രാത്രി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാ വിളിച്ചു പറയാ. അവൻ ബസ് സ്റ്റാൻഡുകളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടണം. ബസ് സ്റ്റാൻഡുകളിൽ 60,000 70,000 ഒരു സ്ലോട്ടിന് ചോദിക്കുന്ന ഇവിടുത്തെ മുഖ്യ ചാനലുകാർ പറയണം, ഇത് ഞങ്ങളൊന്ന് എടുത്തോട്ടെ എന്ന് ഇങ്ങോട്ട് അനുവാദം ചോദിക്കുന്ന അത്ഭുതങ്ങൾ തെരുവുകളിൽ നടക്കാൻ പോകുക. ദേവദാസനെ, എൻ്റെ പേര് കെ അബ്രഹാം. ഒരു പ്രവചനം പറയാൻ പോവാ. ദൈവദാസനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങൾ വരുന്നു. പ്രസംഗത്തിന് പ്രസംഗിക്കാൻ സമയം കിട്ടത്തില്ല. എഴുതിട്ടോ. പ്രസംഗിക്കാനിരിക്കുന്ന ആൾക്ക് പ്രസംഗിക്കാൻ സമയം കിട്ടത്തൊക്കെ എഴുന്നേറ്റ് വന്ന് സൂത്രനോട് പറയും, കണ്ടിന്യൂ ദ വർഷിപ്പ്, നൗ ഗോഡ് ഈസ് ഗോയിങ് ടു ഡു ദ മിറക്കിൾ എന്ന് പറയുന്ന ദിവസങ്ങൾ. കാരണം സ്പർജന്റെ വർഷിപ്പ് ലീഡർ സാങ്കെ ആരാധിച്ചു കൊടുത്തപ്പോൾ സ്പർജൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റില്ല. വരാൻ പോവാ. അഭിഷേകത്തിന് വരാൻ പോവാ. ദൈവത്തിന്റെ ആത്മാവ പറയുന്നത്, ശുശ്രൂഷകന്മാരെ ദൈവം അത്ഭുതങ്ങളാക്കി മാറ്റാൻ പോകുക. തെരുവുകളിൽ കേരളത്തിന്റെ തെരുവുകളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുക. ഒരാമേൻ പറയാൻ ധൈര്യമുള്ളവർ എത്ര പേരുണ്ട് ഇതിനകത്ത്? ഒരാമേൻ പറയാം. അബ്രഹാം മരിച്ചെന്നറിഞ്ഞപ്പോൾ ഫെലിസ്ത്യൻ കിണർ മൂടാൻ വന്നു. അബ്രഹാം മരിച്ചു എന്നറിഞ്ഞപ്പോൾ ഫെലിസ്ത്യൻ കിണർ മൂടാൻ വന്നു. അബ്രഹാം ജീവിച്ചിരുന്നപ്പോൾ എന്താ അവൻ കിണർ മൂടാഞ്ഞേ? അവനെ മൂടും. നമ്മുടെയൊക്കെ സഭയ്ക്കകത്ത് അബ്രഹാം മരിച്ചത് കൊണ്ടാണ് ഫെലിസ്ത്യൻ കയറിയത്. അപ്പൊ അബ്രഹാം മരിച്ചെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ദൈവത്തോട് സംസാരിക്കുന്നവൻ മരിച്ചാൽ, അവൻ ദൈവത്തോട് ഇടപെടുന്ന അബ്രഹാം മരിച്ചാൽ അവിടെ ആര് കയറും? ഫെലിസ്ത്യൻ കയറും. ഒരു ദൂത് ഞാൻ പറയാം. ഫെലിസ്ത്യൻ കയറിയാൽ അവന് വേറെ ഒരു പരിപാടിയില്ല. അവൻ കുഴിച്ചതെല്ലാം മൂടും. നമ്മൾ കുടിച്ചോണ്ടിരിക്കുന്ന കിണർ അവൻ മൂടും. ആമേൻ. ഒരു ദൂത് ഞാൻ പറയാൻ പോവാ. എഴുന്നേറ്റ് ചാടിക്കണം. അബ്രഹാമിന് 3 തലമുറയാ. 1 കെതൂറാടെ തലമുറ, 2 ഹാഗാറിന്റെ തലമുറ, 3 സാറായുടെ വാഗ്ദത്ത സന്തതി. കെതൂറാടെ തലമുറ കിണർ മാന്താൻ വന്നില്ല. ഹാഗാറിന്റെ തലമുറ കിണർ മാന്താൻ വന്നില്ല. പക്ഷെ വാഗ്ദത്ത സന്തതി ഫെലിസ്ത്യൻ മൂടിയ കിണർ മുഴുവൻ അവൻ തിരിച്ചു കുഴിക്കാൻ റെഡി. ഓ കമോൺ ഒരു തലമുറ എഴുന്നേറ്റ് വരുന്നു. ഒരു തലമുറ ഫെലിസ്ത്യൻ മൂടിയ കിണർ മുഴുവൻ, ഫെലിസ്ത്യൻ മൂടിയ സകല കിണറുകളും മാന്താൻ ഒരു തലമുറ, പുതിയ തലമുറ. ചിലരൊക്കെ ദൈവാത്മാ തൊടുന്നുണ്ട്. ചില കുഞ്ഞുങ്ങളുടെ മേൽ അഭിഷേകം വ്യാപരിക്കുന്നു. അസാധാരണമായി ദൈവശക്തി വ്യാപരിക്കുന്ന രാത്രി. ചില തലമുറയുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് തൊടുന്ന രാത്രി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ receive the power of Holy Spirit, receive the power of fire. Yes, yes. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുന്ന കർത്താവേ, ഇപ്പോൾ തീ ഇറങ്ങട്ടെ. ചിലരുടെ ചില നിയോഗങ്ങൾ ഈ രാത്രി ഇറങ്ങട്ടെ. ചില നിയോഗങ്ങൾ ഇറങ്ങട്ടെ. ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്പിരിച്വൽ ഇംപാർട്ടേഷൻ നടക്കട്ടെ. ഓ പാസ്റ്റേഴ്സ്, ഞാൻ ദൈവാത്മാവിൽ പറയുന്നു, ആമേൻ, എൻകൗണ്ടറുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്പിരിച്വൽ എൻകൗണ്ടർ. നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില എൻകൗണ്ടറുകൾ ഉണ്ടാകും. നിങ്ങൾ ആള് മാറ്റിയെടുക്കുന്നതിൽ എൻകൗണ്ടറുകൾ, ആമേ, കറക്റ്റ്. ചില എൻകൗണ്ടറുകൾ നടക്കട്ടെ. ചില എൻകൗണ്ടറുകൾ. വാ ഹല്ലേലൂയ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. എക്സോഡസ് 17-ാം അധ്യായത്തിന് 8-9 വാക്യങ്ങൾ രഫീദിൽ വെച്ച് അമോര്യരുമായി വീണ്ടും യുദ്ധമുണ്ടായി ഇസ്രായേലിന്. അപ്പോൾ മോശ യോശുവയോട് എടുത്തോ,
അപ്പോൾ മോശ യോശുവയോട് നീ പുറപ്പെട്ട് എടുത്തോ? ഇല്ല, ഇതുവരെ എടുത്തില്ല. ആമേൻ. എക്സോഡസ് 17-ാം അധ്യായത്തിന്റെ 8-9. ദെഫിദീമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. അപ്പോൾ മോശ യോശുവയോട് നീ ആളുകളെ തിരഞ്ഞെടുത്തു പുറപ്പെട്ട് അമാലേക്കിനോട് യുദ്ധം ചെയ്യുക. ഇത് നമ്മുടെ ഇടയിൽ നടക്കല്ല. നമ്മുടെ ഇടയിൽ യോശുവ ഇറങ്ങണമെങ്കിൽ അപ്പൻ ചത്താലെ മോനെ ഇറക്കും. അപ്പൻ മരിച്ചു കഴിഞ്ഞ് ഫ്യൂണറൽ കഴിഞ്ഞതിന് ശേഷം ഒരു അനൗൺസ്മെന്റ്, ഇന്നൊരു ജനറൽ ബോഡി ഉണ്ടായിരിക്കുന്ന. കാരണം അപ്പൻ മരിച്ച സ്ഥാനത്തിന് വേണ്ടി ആരാണ് നിൽക്കുന്നത് അറിയാൻ. അപ്പൻ ജീവനോടിരിക്കുമ്പോൾ അപ്പം അപ്പൻ പർവ്വതത്തെ കയറി കയ്യും പൊക്കി നിൽക്കുക. മോൻ താഴ്വര യുദ്ധമാണ്. അവൻ കുഞ്ഞെ, ഞാനൊരു കാര്യം പറയാം. വാഴക്കൊല വെട്ടിയെടുക്കുമ്പോൾ വാഴക്കണ്ണെ ചവിട്ടി നിന്നുകൊണ്ട് വെട്ടരുത്. കാരണം ഈ കൊലയോടെ തീരുവത്. പിടികിട്ടില്ല ആർക്കല്ലേ? നമുക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നേ. ഈ കൊല വെട്ടിയെടുക്കുമ്പോഴേ എവിടാ ചവിട്ടിയേക്കെന്നും കൂടെ നോക്കണം. ചിലർ കിളുത്ത് വരുന്ന കണ്ണേ കയറി ചവിട്ടി നിന്നുകൊണ്ടാണ് കൊല വെട്ടുന്നത്. എന്നിട്ട് ഒരു ചിരിയ, തലമുറ തീർന്നു. ഈ 65 വയസ്സുള്ള കുഞ്ഞിച്ചായൻ തന്നെ പ്രാർത്ഥിക്കുന്ന പരിപാടി ഒന്ന് നിർത്തിക്കേ. 25 വയസ്സുള്ള ദീപ്തിമോളും കൂടെ പ്രാർത്ഥിക്കട്ടെ സഭയിൽ. അന്നമ്മാമ പാട്ട് പാടിയപ്പോൾ ആരംഭിക്കും ദൈവകൃപയിൽ ഞാൻ. തീർന്നു. അന്നത്തെ സഭായോഗം തീർന്നു കിട്ടിയല്ലോ. ശരി, അന്നമ്മാമയ്ക്ക് ഒരു റെസ്റ്റ് കൊടുക്കുന്നു. അന്നമ്മാമ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഞങ്ങൾക്ക് അന്നമ്മാമയോട് ബഹുമാനമുണ്ട്, കുഞ്ചാനോട് ബഹുമാനമുണ്ട്, രണ്ടുപേരോടും ബഹുമാനമുണ്ട്. നിങ്ങളാണ് ഈ സഭയുടെ നട്ടല്. എൽഡേഴ്സാണ് സഭയുടെ നട്ടല്, പക്ഷെ പാസ്റ്ററാണ് ബ്രെയിൻ. എൽഡേഴ്സാണ് സഭയുടെ നട്ടല്, പ്രായമുള്ളവർ. പക്ഷെ പാസ്റ്ററാണ് ബ്രെയിൻ. പക്ഷെ യുവജനങ്ങളാണ് ബ്ലഡ്. എൻ്റെ ചോദ്യം, ബ്രെയിൻ ആണോ ഇമ്പോർട്ടൻ്റ്? ആമേൻ. ബ്ലഡ് ആണോ ഇമ്പോർട്ടൻ്റ്? നട്ടലാണോ ഇമ്പോർട്ടൻ്റ്? പറ. ബ്രെയിനും ബ്ലഡൊക്കെ നല്ലതാണ്, പക്ഷെ ഇതെല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ ബ്ലഡ് വേണം. DYFI ഇല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല, യൂത്ത് കോൺഗ്രസ് ഇല്ലേ കോൺഗ്രസും ഇല്ല, RSS ഇല്ലേ BJP ഇല്ല, യുവജനങ്ങളില്ലെങ്കിൽ സഭയില്ല. ഈ ശാന്തത എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾ ചിന്തിക്കാന്ന് എനിക്കറിയാം. ചിന്തിച്ചോ. ഹല്ലേലൂയ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. തലമുറയെ കൊല്ലരുത്. കൂടെ നിൽക്കുന്നവരെ എന്ത് ചെയ്യരുത്? ഇന്ന് കായീനില്ല, ഇന്ന് ഹാബേലും ഇല്ല, പക്ഷെ കായീന്റെ സ്പിരിറ്റുണ്ട്. കായീന്റെ സ്പിരിറ്റുണ്ട്. ഇച്ചിരി ഒന്ന് തുള്ളിയാൽ മതി, ഇച്ചിരി ചാടിയാൽ മതി. എൻ്റെ ഒരൊറ്റ ചോദ്യമുണ്ട്. സുന്ദരമെന്ന ഗോരുവാദകരുന്ന മുടന്തനോട് സൗഖ്യവാക്യ ഉപദേശിമാരായ പത്രോസ് യോഹന്നാൻ എന്നാ പറഞ്ഞേ? പൊന്നുമെള്ളി ഞങ്ങളുടെ പക്കൽ ഇല്ല. കറക്റ്റാണ് പക്ഷേ ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേക്കണം, നടക്കണം. 2 കാര്യം അവർ പറഞ്ഞുള്ളൂ. എഴുന്നേക്കണം. പക്ഷെ അവൻ ചെയ്തു തുള്ളി ചാടി. അനുസരണം കെട്ടവൻ. അവനോട് സൗഖ്യവാക്യ ഉപദേശിച്ച് തന്നെ പറഞ്ഞത് എഴുന്നേറ്റ് നടന്നാൽ മതി എന്നാണ് പറഞ്ഞത്. ഇതാ എല്ലാ സഭയിലും പറയുന്നത്. നിങ്ങളെല്ലാ ഞായറാഴ്ച നടന്നു വന്നാൽ മതി. തുള്ളുകയും ചാടുമൊന്നും അല്ലേ. നമുക്കിനി ഇതിനൊരു മറുപടി കിട്ടണമെങ്കിൽ ആ മുടത്തിനോട് ജന്മിക്കണം. ബഹുമാനപ്പെട്ട മുടത്ത, ഞങ്ങളെ ഇടയ്ക്കാടുമെന്ന് വിളിക്കുക. ഈ കൺവെൻഷൻ മുമ്പോട്ട് പോകണമെങ്കിൽ നിന്നെ സൗഖ്യമാക്കിയവർ നിന്നോട് എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞിട്ട് നീ എന്തിനാ തുള്ളിയതും ചാടിയതും കുതിച്ചതും? അവൻ്റെ ഉത്തരം, അവരുടെ നരിയാണിയല്ല ഉറച്ച, എൻ്റെ നരിയാണിയാ. നരിയാണി ഉറച്ചവൻ ചാടും, നരിയാണി ഉറച്ചവൻ തുള്ളും. അത് വേറെ ആള് പറഞ്ഞിട്ടല്ല, ഏറെ ഇളച്ചു കിട്ടിയവൻ. ഏറെ ഇളച്ചു കിട്ടിയവൻ. ഒന്ന് സന്തോഷിക്കുന്നത്. കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം. കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം. ആത്മാവിന്റെ വലിയ ആഘോഷമാണ് നമ്മുടെ കൺവെൻഷൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി വീട്ടിൽ പോയിരുന്ന് പറയണം, എൻ്റെ ദൈവമേ എന്തൊരു മീറ്റിംഗ് ആയിരുന്നു, എന്തൊരു സന്തോഷമായിരുന്നു.
അത് കെ അബ്രാമിന്റെ പ്രത്യേകത ഒന്നുമല്ല, പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം. ആമേൻ. പന്തലിനകത്ത് വ്യാപരിച്ചാൽ, ആരാധിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിച്ചാൽ, പാടുന്ന മക്കളുടെ മേൽ വ്യാപരിച്ചാൽ, ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നവരുടെ മേൽ വ്യാപരിച്ചാൽ, കടന്നു വരുന്ന ജനത്തിന് മുഴുവൻ ആത്മാവിന്റെ ആഘോഷമാക്കി മാറ്റുന്ന ഒരു ദൈവമോ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുക. സ്തോത്രം. എല്ലാവരും പ്രസംഗിക്കുന്നത് കായീൻ ഹാബേലിനെ കൊന്ന, പക്ഷെ കെ അബ്രഹാം അങ്ങനല്ല പ്രസംഗിക്കുന്നത്, ജഡിയൻ ആത്മീയനെ കൊന്നു. അല്പം കൂടെ ചേർത്ത് പറയാം, പുറത്തെ മനുഷ്യൻ അകത്തെ മനുഷ്യനെ കൊന്നു. അവിടെയാ പറഞ്ഞത്, സൂക്ഷിച്ചോ, പാപം വാതൊക്കെ കിടക്കുക, അതിന്റെ ആഗ്രഹം നിന്നോടാ. അപകടമാ. ആത്മീയ മണ്ഡലത്തിനകത്ത് ഇന്നും അത് നടക്കുന്നുണ്ട്. ആമേൻ. എഴുതി കൊല്ലുന്നവർ, വീഡിയോ ഇട്ട് കൊല്ലുന്നവർ, കായീൻ ചത്തിട്ടില്ലെന്ന് കായീൻ ഇപ്പോഴും അത് നടത്തിക്കൊണ്ടിരിക്കുക. അവൻ എവിടെ വെച്ച് ഹാബേലിനെ കണ്ടാലും കൊല്ലും. ഇവിടെ കൂടി വന്ന ജനത്തോട് ഞാൻ ദൈവാത്മാവ് വിളിച്ചു പറയാ, നമ്മുടെ ഇടയിൽ കായിന്റെ സ്പിരിറ്റ് വ്യാപരിക്കരുത്. ഓ രസേ മനാഡഹാസനാമവ, അസൂയയുടെ സ്പിരിറ്റ്. അല്ലെ, ആരാധിക്കുന്നവന്റെ നേരെ കല്ലുമായി നിൽക്കുന്ന ആമേൻ വല്ലാത്തൊരു സ്പിരിറ്റ്. ആമേൻ. സർ സി പി രാമസ്വാമിയുടെ കാലത്ത് ഒരു മലയാളി അന്നത്തെ പഴയ 100 രൂപ നോട്ട് വരച്ചു എന്നിട്ട് ഒറിജിനൽ നോട്ട് ഇതും കൂടെ കാണിച്ചിട്ട് സർ സി പിക്ക് മനസ്സിലായില്ലെന്നാണ് ഞാൻ വായിച്ചത്. ഇത് ഞാൻ വായിച്ചതാണ്, ദയവായിട്ട് ക്ഷമിക്കണം. കേസൊന്നും കൊടുക്കരുത്, കാരണം ആവശ്യത്തിന് കേസുണ്ട്. എന്താ സംഭവിച്ചത്, എന്താ ചെയ്യുന്നറിയാമോ? ഈ നോട്ട് വരച്ചവനെ കൊണ്ടുവന്ന് അവന്റെ തള്ളവരൽ മുറിച്ചു കളഞ്ഞു. അമേരിക്ക എന്ന് പറയുന്ന രാജ്യമായിരുന്നെങ്കിലോ അവനെ ഏറ്റവും നല്ല ടോപ്പ് എഞ്ചിനീയർ പോസ്റ്റ് കൊടുത്തനെ. കാരണം അവന്റെ തലച്ചോറിന് അത്രയും വിലയുണ്ടെന്ന് അവിടെ ഉള്ളവർ മനസ്സിലാക്കും. ഈ വിരൽ മുറിച്ചു കളഞ്ഞത് കൊണ്ട് മുറിച്ചവർക്ക് എന്ത് കിട്ടി? ആമേൻ. കേരളത്തിന്, ഇന്ത്യക്ക് നല്ലൊരു ആർട്ടിസ്റ്റ് നഷ്ടപ്പെട്ടു. ഒരു നോട്ട് വരയ്ക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. അവനെ ശിക്ഷിച്ചത് എങ്ങനെ? ഇനി ഒരിക്കലും വരയ്ക്കരുത്. ആമേൻ. ആമേൻ. നമ്മുടെ സഭയ്ക്കകത്ത് ഒരാൾ പ്രാർത്ഥിച്ച് വിടുതലുണ്ടായാൽ, നമ്മുടെ സഭയ്ക്കകത്ത് ഒരാൾ പ്രാർത്ഥിച്ച് ജനം മുഴുവൻ ആത്മാവിലായാൽ, നമ്മുടെ സഭയിലുള്ളവർ ഉപവസിച്ച് ചില ദൈവിക വിടുതലുണ്ടായാൽ, നമ്മുടെ സഭയിലുള്ളവർക്ക് ചില ദർശനങ്ങൾ ലഭിച്ചാൽ, ചവിട്ടി മെതിക്കരുത്, തകർത്ത് കളയരുത്, കൊന്നു കളയരുത്. ദൈവത്തിന്റെ ആത്മാവ് പറയാ, പാപം വാതിൽക്കൽ കിടക്കുന്നു. ചില വാതിലുകളാ പോകണം. എനിക്ക് അല്പം വേഗത്തിൽ പോയി പറ്റത്തുള്ളൂ. സ്തോത്രം. ആമേൻ. വായിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിന് 9-10 വേഗം വായിക്കാം. അങ്ങനെ നയമാൻ രഥത്തോടും കുതിരകളോടും കൂടെ എലീശായുടെ വീട്ടുവാതിൽക്കൽ വന്നു നിന്നു. എലീശ ആളയച്ച്, നീ ചെന്ന് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്ക, അപ്പോൾ നിന്റെ ദേഹം മുമ്പിലത്തെ പോലെയായി നീ ശുദ്ധനാകും എന്ന് പറഞ്ഞു. അപ്പോൾ നയമാൻ എന്താ വിചാരിച്ചെന്നറിയാമോ? അതർത്ഥ വായിക്കുന്നുണ്ട്. വായിച്ച മക്കളെ. അപ്പോൾ നയമാൻ ഏറ്റവും ക്രുദ്ധിച്ചു. അവന് വല്ലാതെ ദേഷ്യം വന്നു. അതായത് DGP അല്ലേ എന്ന് വെച്ചാൽ ആരാം രാജാവിന്റെ സേനാനായകൻ എന്ന് പറഞ്ഞാൽ DGP പോസ്റ്റാ. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, എല്ലാ പാസ്റ്റർ, നിങ്ങളുടെ വീടിന്റെ വാതിൽക്ക് DGP വന്നാൽ നിങ്ങൾക്ക് അത് തുറക്കോ ഇല്ലയോ? കള്ളം പറയില്ല, സത്യസന്ധമായിട്ട് മറുപടി പറയണം. തുറക്കും. ഞാനാണെങ്കിലും തുറന്നു. ഏലീശ തുറന്നിരുന്നെങ്കിൽ ഗേഹസിക്ക് കിട്ടിയ കുഷ്ഠം പുള്ളിക്ക് കിട്ടിയല്ലേ. മനസ്സിലായോ? ഇത് ആത്മാവിൽ തിരിച്ചറിഞ്ഞ ഏലീശ
നയമാന്റെ സമ്മാനം വാങ്ങാൻ എന്ത് ചെയ്തില്ല? കതക് തുറന്നില്ല. കാരണം പാപം വാതുക്കൽ. വശീകരിക്കപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഏലിയാവിന് ആത്മാവിൽ പിടികിട്ടി. ഏലീശയ്ക്ക് ആത്മാവിൽ മനസ്സിലായി, വിവേചിച്ചു. വാതുക്കെ നിൽക്കുന്നവൻ രഥം മാത്രമല്ല, അവന്റെ വേറെ കുറച്ച് ഐറ്റംസ് കൂടെ ഉണ്ടെന്ന്. അതുകൊണ്ട് പുള്ളി കതക് തുറക്കാതെ പറഞ്ഞു, പോയി മുങ്ങാൻ പറഞ്ഞു. മറ്റേ പുള്ളി പറയാ, എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ ദേഹത്ത് തൊട്ട് പിശാച എന്ന് പറയുമ്പോൾ കുഷ്ഠം പോകുമെന്നൊക്കെ പുള്ളി വിചാരിച്ച്. ഏലീശ തീരുമാനിച്ചു, തുപ്പൽ തെറിപ്പിക്കുന്നില്ല, വാതിൽ തുറക്കുന്നുമില്ല. ചില വാതിലുകൾ തുറക്കരുത്. ദൈവാത്മാ പറയുന്നു, നിനക്ക് നന്മ കിട്ടുമായിരിക്കും, നിനക്ക് നന്മ തരുമായിരിക്കും. പക്ഷെ ആ നന്മ നിനക്ക് നാളെ ദോഷമാണ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുവോ? നാളെ നിങ്ങൾക്ക് ദോഷമാണ് ചെയ്യുന്നതെങ്കിൽ ആ നന്മ വേണ്ടെന്ന് വെക്കാനുള്ളൊരു മനസ്സ് നമുക്ക് വേണം. ഹല്ലേലൂയ. ദൈവം അതിനേക്കാൾ ശ്രേഷ്ഠമായത് തരാൻ, ദൈവം അതിനേക്കാൾ ശ്രേഷ്ഠമായത് തരാൻ ശക്തനാ. എൻ്റെ ആത്മീയ ജീവിതത്തെ ഒരായുസ് മുഴുവൻ ഓടി അധ്വാനിച്ച് തമ്പുരാൻ എനിക്ക് തന്ന വിശ്വസ്തതയുള്ള കർത്താവുമായിട്ടുള്ള ബന്ധത്തെ തകർത്ത് കളയുന്ന ഒരു സമ്മാനവും എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ളൊരു മനസ്സ്. അതാ തമ്പുരാൻ എന്ന് പറയുന്നത്, ചില വാതിലുകൾ നീ തുറക്കരുത്, ചില വാതിലുകൾ തുറക്കരുത്. സമയമില്ല, അല്പം പോയേ പറ്റുള്ളൂ. സദരം അല്പം വേഗത്തിൽ പോകും, വചനത്തിന് ആഴത്തിലേക്ക് പോകാം. വായിക്കാം. ആക്ട്സ് ചാപ്റ്റർ 5 വേഴ്സ് 9. അപ്പോസ്തലരുടെ 5:9 വേറൊരു വാതിൽ. യെസ്, പത്രോസ് അവളോട്, തുറക്കാൻ പാടില്ലാത്ത വാതിൽ. പത്രോസ് അവളോട്, കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തത് എന്ത്? ഇതാ നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതിൽക്കൽ ഉണ്ട്. കാല് മാത്രമല്ല, കൂന്താലിയും മമ്മട്ടിയും കമ്പിപ്പാരയും ഉണ്ട്. കാലെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളേ ഉള്ളൂ, എന്നാൽ എക്സെട്ര എക്സെട്ര ഉണ്ട്. വാർക്ക് നിപ്പുണ്ട്. നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട, ഞാൻ ദശാംശവും സ്വത്രാഴ്ചയും പ്രസംഗിക്കുന്നില്ല. ചിലരാകെ ശ്വാസം പോലും വിടാതെ, ഒരു ശ്വാസോച്ഛ്വാസം പോലും വിടാതെ നിൽക്കുക. കാരണം അവിടുത്തെ സബ്ജക്റ്റ് അതൊന്നും അല്ല. പരിശുദ്ധാത്മാവിനോട് വ്യാജം പറഞ്ഞു എന്നുള്ളതാ സബ്ജക്റ്റ്. ആമേൻ. ദൈവത്തിന് കൊടുക്കുവോ കൊടുക്കാതിരിക്കുവോ ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടമാണ്, വേണേ കൊടുക്ക. നിങ്ങൾ പാസ്റ്റർക്ക് കൊടുക്കുവോ കൊടുക്കാതിരിക്കുവോ ചെയ്യാം. നിങ്ങളുടെ പാസ്റ്റർ ആരും ആയിക്കോട്ടെ, നിങ്ങൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും സത്യവേദ പുസ്തകം ചുമക്കുന്ന ദൈവദാസൻ പട്ടിണി കിടക്കില്ല. നീ കൊടുത്താൽ, നീ സത്യസന്ധതയോടെ നിന്നാൽ നിന്റെ തലമുറ മാനിക്കപ്പെടും, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. നിന്റെ തലമുറയ്ക്ക് നന്മയുണ്ടാകും. ഹല്ലേലൂയ. ഓ റസേഖമാനാസി, എത്ര പേർക്ക് സന്തോഷമുണ്ട്. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ, കൃപയിൽ നിറഞ്ഞ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. അവരോട് ആരും നിർബന്ധിച്ചിട്ടല്ല അവരത് വിറ്റത്, അവരുടെ നിലം വിറ്റത് ആരും നിർബന്ധിച്ചിട്ടല്ല. ആ ക്യാഷ് കൊണ്ട് അവർ വന്നത്, നിലം വിറ്റ് ക്യാഷ് കൊണ്ട് വരണം അവരോട് നിർബന്ധിച്ചിട്ടല്ല. സ്വമനസാലെ അവർ ചെയ്തതാ. ആമേൻ. പക്ഷെ അങ്ങനെ ചെയ്തപ്പോൾ അതിനകത്ത് വ്യാജം പാടില്ലായിരുന്നു. ഹല്ലേലൂയ. കൈകൂപ്പി നിങ്ങളോട് എനിക്ക് ദൈവത്തിൻ്റെ നാമത്തെ ഒത്തിരി സ്നേഹമുള്ളതുകൊണ്ട് പറയാം, നിങ്ങൾ ചെയ്ത, ഞാൻ ചെയ്യുന്ന തെറ്റ് ദൈവം ക്ഷമിക്കും. പക്ഷെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചാൽ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചാൽ, ഡോണ്ട് ഗ്രീവ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എത്ര പേർക്ക് ദൂതിൻ്റെ അർത്ഥം മനസ്സിലായി? ഇതിൻ്റെ ആഴം പിടികിട്ട് എത്ര പേരുണ്ട്? നന്ദിയോടെ കർത്താവിനൊന്ന് സ്തുതിച്ചാട്ടെ, മനസ്സ് നിറഞ്ഞ് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇതൊരു നല്ല കൺവെൻഷനാണ്. എല്ലാം വളരെ
ചന്തമായിട്ട് ഉചിതമായിട്ട് ദേവദാസന്മാർ വളരെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല അടുക്കും ചിട്ടയുമുള്ള കൺവെൻഷൻ എന്ന് പറയില്ലേ. അപ്പോൾ എന്നോടും ഒരു സമയമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആമേൻ. നമുക്ക് ഈ പ്രസംഗത്തിലൊക്കെ ചില ആവേശമൊക്കെ തോന്നും. എനിക്ക് ആക്ച്വലി അല്പം ശാരീരിക അസ്വാസ്ഥ്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ വന്ന് ഞാനിങ്ങോട്ട് ഇറങ്ങി നിന്ന് സുഹൃത്തൊക്കെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരാധനയുടെ അന്തരീക്ഷത്തിൽ തന്നെ ആമേൻ എന്നെ നന്നായിട്ടൊന്ന് വേർത്തു. ടെമ്പറേച്ചർ എല്ലാം വിട്ടുപോയി. ആമേൻ. സ്റ്റേജിൽ കയറി കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റഡ് സൗഖ്യമായി. ആമേൻ. 38 വർഷമായി ബൈബിൾ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ സുഖമില്ലാതെ ഒരു യോഗത്തിന് പോകാതിരുന്നിട്ടില്ല, ഒരു യോഗം മുടക്കിയിട്ടില്ല. ഒറ്റ ദിവസം പോലും കൃപയാൽ അങ്ങനെ പറയത്തുള്ളൂ, കൃപയാൽ ആശുപത്രി കിടന്നിട്ടില്ല. കർത്താവ് ഇന്ന് വരെ അതൊരു വലിയ തീരുമാനമൊന്നുമല്ല, നാളെ കിടക്കത്തില്ലൊന്നും അല്ല, അങ്ങനൊന്നും വാശി വൈരാഗ്യത്തിലൊന്നും പറഞ്ഞല്ല. അങ്ങനെ ഉണ്ടായില്ല, അങ്ങനെ ഉണ്ടാകാൻ ദൈവം ഇടയാക്കിയില്ല. സ്തോത്രം. എൻ്റെ വൈഫ് കൂടി ഇവിടെ. സ്തോത്രം. സന്തോഷത്തോടെ കർത്താവിനെ സൂചിച്ചാട്ടെ, മനസ്സ് നിറഞ്ഞ ദൈവത്തെ സൂചിച്ചാട്ടെ. ഞാൻ ഇനി ഒത്തിരി ദീർഘിപ്പിക്കാൻ പറ്റുകയല്ല. സ്തോത്രം. ആമേൻ. തുറക്കേണ്ട ചില വാതിലുകളുണ്ട്. നിങ്ങൾ തുറക്കേണ്ട ചില വാതിലുകൾ, നിങ്ങൾ മിസ് ചെയ്തു പോയിട്ടുണ്ട് ചില വാതിലുകൾ, അത് തുറക്കണം. അതൊന്ന് പറഞ്ഞു പോക്കോട്ടെ. ഇത്രയും ദേവദാസന്മാരെ ഒരുമിച്ച് കിട്ടിയ യോഗത്തിൽ അതൊരു വലിയ ഒരു കൃപയാണ്, പാസ്റ്റേഴ്സിന് വേണ്ടി കൂടെയാണ്. വായിക്കാം അപ്പോസ്തലപ്രവൃത്തികൾ 12-ാം അധ്യായം 13-14 വാക്യങ്ങൾ. പടിപ്പുരവാതിൽക്കൽ മുട്ടിയാറേ, അവൻ എന്ന് പറഞ്ഞാൽ പത്രോസ്. പടിപ്പുരവാതിൽക്കൽ മുട്ടിയാറെ രോദ എന്നൊരു ബാല്യക്കാരത്തെ വിളി കേൾപ്പാൻ അടുത്തു വന്നു. പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. അവിടെ നിർത്തിക്കുക മക്കളെ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. കതകു തുറക്കാതെ സഭാപാസ്റ്ററുടെ ശബ്ദം തിരിച്ചറിയുന്ന രോദാമാർക്കായി സ്തോത്രം. വെളി വന്ന് മുട്ടുമ്പോഴേ ചേട്ടനാണോ അവരാണോ ഒരു 5-6 പേരുടെ പേര് ചോദിക്കാതെ പാസ്റ്ററാണോ എന്ന് ചോദിക്കാനുള്ളൊരു മനസ്സ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവര് പത്രോസിന് വേണ്ടി. ആമേൻ. മറുപടി എവിടെ വന്ന് നിൽപ്പുണ്ട്? വാതിൽക്കൽ വന്ന് നിൽപ്പുണ്ട്. നീ പ്രാർത്ഥിച്ച വിഷയം, അതിന്റെ മറുപടി നിന്റെ കണ്ണുകൊണ്ട് കാണാൻ ഇന്ന് രാത്രി നീ ആ വാതിലൊന്ന് തുറക്കണം. ഓ ഓ ഓ ദൈവത്തിന്റെ ആത്മാ പറയുന്നു, നീ ആ വാതിലൊന്ന് തുറക്ക. അതിന്റെ വെളിയിൽ നീ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മറുപടി വന്ന് നിൽപ്പുണ്ട്. ഏത് വിഷയമായിക്കോട്ടെ, ഒരു പക്ഷേ അസാധ്യമെന്ന് നിനക്ക് തോന്നുന്ന റോമൻ കാരാഗ്രഹത്തിനകത്ത് കിടന്ന പത്രോസ് വിടുവിക്കപ്പെടുമെന്ന് പലരും വിശ്വസിച്ചില്ല. നിങ്ങൾ പുസ്തകം പഠിക്കുക. ആ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിൽ നല്ലൊരു ഗ്രൂപ്പ് ആൾക്കാർ അവർ പ്രാർത്ഥിച്ചെങ്കിലും അവര് വിശ്വസിച്ചിട്ടില്ല. പ്രാർത്ഥിച്ചാൽ ശരിയാ, അവർ വിശ്വസിച്ചില്ല. എന്നാൽ പ്രായമുള്ളവർക്കൊന്നും തോന്നല്ലേ, ഒരു പുതിയ തലമുറ കഥകിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. എൻ്റെ കൂടെ നിൽക്കണം നിങ്ങൾ. ഒരു പുതിയ തലമുറ, രോദ എന്നവളുടെ പേര്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ സഭയിലെ കുറച്ച് പ്രായമുള്ളവരൊക്കെ പറയുന്നത് അത് പത്രോസിന്റെ പ്രേതമാണ് എന്ന റെവലേഷൻ കിട്ടിയ ഒരു കൊച്ചുണ്ട്. ഓ ഉണ്ടോ ഇതിനകത്ത്? പന്തലിനകത്ത് റെവലേഷൻ കിട്ടിയ രോദാമാരുണ്ടോ? റെവലേഷൻ കിട്ടിയ സഹോദരന്മാരുണ്ടോ ഇതിനകത്ത്? റെവലേഷൻ. പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി തിരിച്ചറിയാനുള്ള റെവലേഷൻ. ഓ പ്രാർത്ഥിച്ച വിഷയം എന്റെ മുമ്പിൽ വന്നിട്ടുണ്ടെന്നുള്ളൊരു ഉറപ്പ. ഇരുപത്തിനാലാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യം എനിക്ക് ഓർമ്മ വരുന്നത്, ഇതാകുന്നു ദൈവം അന്വേഷിക്കുന്ന തലമുറ. ഏത്? പ്രാർത്ഥിച്ചാൽ ദൈവം മറുപടി അയക്കുമെന്നും ആ മറുപടി കതകിനപ്പുറത്ത് വന്ന് നിപ്പുണ്ടെന്നും കതക് തുറക്കാതെ തിരിച്ചറിയുന്നൊരു തലമുറ. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ വാക്കിന്റെ അർത്ഥം, അതിന് ആഴം മനസ്സിലായ എത്ര പേരുണ്ട്?
നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി ഒന്ന് വിഷ്വലൈസ് ചെയ്തേ. ആ കതകിന് 3 ഇഞ്ച് കനമാണെന്ന് വിചാരിക്കുക. കതകിന് 3 ഇഞ്ച് കനം. 3 ഇഞ്ചിനപ്പുറത്ത് നിന്റെ വിഷയം മറുപടി റെഡിയായിരിക്കുക. നീയും ദൈവം അയച്ച മറുപടിയും തമ്മിൽ 3 ഇഞ്ച് അകലമേ ഉള്ളൂ. 3 ഇഞ്ച്. വിശ്വസിക്കാൻ നീ തയ്യാറാണെങ്കിൽ ഓപ്പൺ ദ ഡോർ, ഓപ്പൺ ദ ഡോർ tonight. Come on, come on, come on. ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്ക. ഇന്ന് രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിക്ക. യവനക്കാരോട്, കോളേജിൽ പഠിക്കുന്ന, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോട് ഞാൻ പറയും, നിങ്ങളാണ് രോദാമാർ, നിങ്ങളാണ് രോദാമാർ. പഠിക്കുന്ന കുഞ്ഞുങ്ങളോട്, സഭയിലെ ചെറുപ്പക്കാരോട്, കോളേജിൽ പഠിക്കുന്നവരോട് ഞാൻ പറയും, നിങ്ങളാണ് ഈ തലമുറയിലെ രോദാമാർ. അപ്പോസ്തലന്മാരെ തിരിച്ചറിയുന്നവർ, പ്രാർത്ഥനയുടെ മറുപടികൾ തിരിച്ചറിയുന്നവർ, അകത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച വിഷയത്തിന് പുറത്തു മറുപടി വന്നിട്ടുണ്ടെന്ന് തിരിച്ചറിയുന്നവർ. The recognized people. സ്തോത്രം. എത്ര പേർക്ക് സന്തോഷമുണ്ട്. നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആത്മശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. എനിക്കിത് കുറച്ചേറെ പറയാനുള്ളൊരു വിഷയമാണ്. കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. ആരാണ് പത്രോസ്? ജയിലിൽ കിടന്നൊക്കെയായിരുന്നു. എവിടെയായിരുന്നു? ജയിലിൽ കിടക്കായിരുന്നു. സുവാസകേന്ദ്രമാണോ? അല്ല. എവിടുന്നാ വരുന്നത്? കഷ്ടത്തിൽ നിന്ന്. പറ. അപ്പോൾ വാതിൽ തുറക്കണം. ആർക്ക് വാതിൽ തുറക്കണം? 1, പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മറുപടി കാണാൻ വേണ്ടി വാതിൽ തുറക്കണം. 2, കഷ്ടത്തിൽ നിന്ന് വരുന്നവരുടെ വിഷയത്തിന്റെ മറുപടി കാണാൻ വേണ്ടി വാതിൽ തുറക്കണം. 2, കഷ്ടത്തിൽ കിടന്ന് വരുന്നവർക്ക് വേണ്ടി വാതിൽ തുറക്കണം. ആമേൻ. നമ്പർ 3, ആരാ വെളി നിൽക്കുന്നത്? ആമേൻ. സ്തോത്രം. ദൈവവചനത്തിന്റെ ഉപദേഷ്ടാവ. ആമേൻ. സത്യവചനത്തിന് ഉപദേഷ്ടാവ. പ്രത്യാശയുടെ അപ്പോസ്തലനാ. അപ്പൊ ആർക്ക് വേണ്ടി വാതിൽ തുറക്കണം? ഉപദേശത്തിന് വേണ്ടി വാതിൽ തുറക്കണം. സത്യവചനത്തിന് വേണ്ടി വാതിൽ തുറക്കണം. ആമേൻ. അഭിഷേകത്തിന് വേണ്ടി വാതിൽ തുറക്കണം. പ്രാർത്ഥനയുടെ മറുപടിക്ക് വേണ്ടി വാതിൽ തുറക്കണം. കഷ്ടത്തിൽ നിന്ന് കയറി വരുന്നതിന് വേണ്ടി വാതിൽ തുറക്കണം. ഉപദേശത്തിന് വേണ്ടി വാതിൽ തുറക്കണം. വചനത്തിന് വേണ്ടി വാതിൽ തുറക്കണം. യെസ്. ഹല്ലേലൂയ. എന്തൊക്കെ പ്രസംഗിക്കും. കർത്താവ് അനുവദിച്ചാൽ ഇനിയും വരാം. നമുക്കൊരുപാട് കേൾക്കാൻ. 1, 2, 3 വാക്യങ്ങളൊന്നും പറഞ്ഞു മാത്രം പൊക്കോട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം, യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന് 9-ാമത്തെ വാക്യം. സഹോദരന്മാരെ, വിധിക്കപ്പെടാതിരിപ്പാൻ ഒരുവന്റെ നേരെ ഒരുവൻ ഞെരുങ്ങിപ്പോകരുത്. ഇതാ ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. വിധിക്കരുത്. പ്ലീസ്. നിങ്ങൾക്ക് മറ്റൊരാളുടെ വേദന അറിയില്ല. ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന ഒരു ട്രെയിനിൽ ഒരമ്മ ഒരു കോർണറിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പിച്ചുമയും പറയുകയാണ്. പിന്നെ കൊല്ലും. ആരെ കൊല്ലുമെന്ന്? എന്തോ കൊല്ലുമെന്ന്? ആരെ കൊല്ലാനാ? എന്നാ കൊല്ല്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കാട് ഒരു തള്ള. 45, 46, 50 വയസ്സിൽ താഴെ പ്രായമുള്ളൂ. ഭർത്താവ് പറയുന്നുണ്ട്, എടി മിണ്ടാതെ, മിണ്ടാതെ, നീ വായടക്കിയിരിക്കും, നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക്, ഞാൻ വെടിവെക്കും എന്നൊക്കെയാണ് അവർ പറയുന്നത്. അന്നേരം കുറേ ആൾക്കാരാ ട്രെയിനിനകത്ത് പറഞ്ഞു, തലയ്ക്ക് സുഖമില്ലാത്തവരെ ഇങ്ങനെ ട്രെയിനിലാണ് കൊണ്ടുപോകുന്നത്, കാറ് പിടിച്ച് കൊണ്ടുപോയിക്കൂടെ? ഉടനെ അയാൾ പറഞ്ഞ ആളുടെ കാലെ തൊട്ടിട്ട് പറഞ്ഞു, അങ്ങനെ പറയില്ല, ഞങ്ങളുടെ 25 വയസ്സുള്ള മകൻ കഴിഞ്ഞ ആഴ്ച കാശ്മീരിൽ വെച്ച് തീവ്രവാദികളുടെ വെടിയേറ്റ് മരിച്ചു. അവൻ്റെ ശവശരീരം ഈ ട്രെയിനിൻ്റെ ലഗേജ് ഭാഗത്തുണ്ട്. അവനെ കൊണ്ട് നാട്ടിലോട്ട് പോവുക. അതറിഞ്ഞപ്പോൾ മുതൽ അവളുടെ സമനില തെറ്റിരിക്കുക. നിങ്ങളുടെ അടുത്തിരിക്കുന്നവര് ആരാന്നറിയാതെ വിധിക്കരുത്. പ്ലീസ്, വിധിക്കരുത്, വിധിക്കരുത്. ഒരു 16 വയസ്സുള്ള മകൻ ഒരു ബസ്സിനകത്തിരുന്ന്
അമ്മേ അമ്മേ അത് കണ്ടോ അമ്മേ, അമ്മേ അത് കണ്ടോ അമ്മേ, അമ്മേ മരം പോകുന്ന കണ്ടോ അമ്മേ, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അന്നേരം ഇതുപോലെ കുറച്ച് ആൾക്കാർ അവനെ കളിയാക്കി. കണ്ടക്ടർ പറഞ്ഞു അവനോട് മിണ്ടാതിരിക്കാൻ പറ. അവൻ്റെ അപ്പൻ പറഞ്ഞു അവൻ മിണ്ടാതിരിക്കില്ല, അവൻ ജന്മന അന്ധനായിരുന്നു. കഴിഞ്ഞ ആഴ്ച അവന് കാഴ്ച കിട്ടിയേ, ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ ആഴ്ച കാഴ്ച കിട്ടിയേ. ആയുസ് മുഴുവൻ കാഴ്ച ഉള്ളവൻ ഒന്നും കണ്ടാൽ മനസ്സിലാകത്തില്ല. പക്ഷെ ഒരിക്കലും കാഴ്ചയില്ലാത്തവന് കാഴ്ച കിട്ടിയപ്പം അവൻ കാണുക, ലോകമെല്ലാം കാണുക, അവൻ കാണുക, അവനെല്ലാം കാണുക. വിധിക്കരുത്, ന്യായാധിപതി വാദക്കൽ നിൽക്കുക. ആരെങ്കിലും സങ്കടപ്പെട്ടിരിക്കുന്ന കണ്ടാൽ ചെല്ലണം, ചേർത്ത് പിടിക്കണം കേട്ടോ. നിങ്ങളുടെ സഭയിലുള്ളവർ സ്നാനപ്പെട്ട വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ നിങ്ങൾ മൂടി പുതപ്പിച്ച പുതപ്പില്ലേ, അത് കളഞ്ഞോ നിങ്ങൾ? എന്തിനാ പുതപ്പിച്ചേ? അവർ ലജ്ജിതരാകാതിരിക്കാനാ പുതപ്പിച്ചേ. ഏത് സമയത്ത് സഭയ്ക്കകത്ത് ആർക്കെങ്കിലും ലജ്ജയുണ്ടായാൽ ആ പുതപ്പ് വീണ്ടും എടുക്കണം. ആർക്കെങ്കിലും സഭയ്ക്കകത്ത് നിന്നയുണ്ടായാൽ ആ പുതപ്പ് വീണ്ടും എടുക്കണം. അവരെ പുതപ്പിക്കാൻ നിന്റെ വാക്കൊരു പുതപ്പായി മാറട്ടെ, നിന്റെ സ്നേഹം ഒരു പുതപ്പായി മാറട്ടെ, നീ തോളിൽ നിന്ന് കൈയിടുമ്പോൾ അത് പുതപ്പായി മാറട്ടെ. എന്റെ വാക്കുകൾ അവസാനിപ്പിച്ചേ പറ്റൂ. വെളിപ്പാട് പുസ്തകം 3-20 വാക്യം, ഞാനിതാ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവൻ എന്നോടും ഞാൻ അവനോടും കൂടെ. ഇതിന് ഒരു പ്രാവചനികമായ ഒരു വ്യാഖ്യാനമുണ്ട്. അഭിഷക്തന്മാരൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കറിയാം, നമ്മൾ ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇതിന് പ്രാവചനികമായൊരു വ്യാഖ്യാനമുണ്ട്. യേശുവിൻ്റെ വരവിങ്കൽ കുഞ്ഞാടിൻ്റെ സദ്യ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ കുറച്ച് വ്യത്യസ്തമായ ഒരു ചിന്ത പറഞ്ഞോട്ടെ. ഇന്ന് രാത്രി ഞാൻ ഇവിടെ വിളമ്പിയത് ജീവന്റെ അപ്പമാണ്, സ്വർഗീയ മന്നായ. എന്നെ തിന്നുന്നവൻ എൻ മൂലം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇവിടെ പ്രസംഗിച്ച പ്രസംഗം നിങ്ങൾ ഭക്ഷിച്ചെങ്കിൽ തമ്പുരാൻ തന്ന ആഹാരം തിന്നവരുടെ എല്ലാം ചരിത്രം മാറിയിട്ടുണ്ട്. നിങ്ങൾ വേദപുസ്തകം മുഴുവൻ പഠിച്ചോ, തമ്പുരാൻ ഭക്ഷണം കൊടുത്ത് അത് കഴിച്ചിട്ടുള്ളവരുടെ മുഴുവൻ ചരിത്രം മാറിയിട്ടുണ്ട്. ഇന്ന് രാത്രി ഒന്ന് വാതിൽ തുറക്കുക. കർത്താവ് പറയും, എൻ്റെ കൂടെ അല്പനേരം കഴിക്കാൻ, എൻ്റെ കൂടെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ. ജീവന്റെ അപ്പം തേനിനേക്കാൾ, തേൻകട്ടയേക്കാൾ മാധുര്യമേറിയത്. നിർത്തട്ടെ, ഞാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എല്ലാം ഭംഗിയായി ആൻഡ് ഓർഡർ. വായിച്ചു നിർത്തുന്നു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 32-33 വായിച്ച് അവസാനിപ്പിക്കുന്നു. യെസ്. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനലെടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. അവൻ അടുക്കൽ വാതിൽക്കൽ. ഏതൊക്കെ കാണുമ്പോൾ? ആമേൻ. ഗാസയും പാലസ്തീനും ഇസ്രായേലും, ഇപ്പോൾ നടക്കുന്ന ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകളുടെ വലിയ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരീക്ഷണങ്ങളും, നാപ്പാം ബോംബും ഹൈഡ്രജൻ ബോംബും ഇതെല്ലാം നാളെ വർഷിപ്പിക്കുമെന്ന് പറഞ്ഞുള്ള വ്ളാഡിമിർ പുടിൻ്റെയും ആമേൻ ഒക്കെ ആക്രോശങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവൻ അടുക്കൽ വാതിൽക്കൽ. എല്ലാ കണ്ണുകളും അടയ്ക്കാം, എല്ലാ കണ്ണുകളും അടയ്ക്കാം.